ചാൻസ് ഓപ്പർച്യൂണിറ്റി എന്ന് കേൾക്കാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ നമ്മളെ പ്രോഗ്രാമിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ നിമിഷവും നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആളുകൾ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ വെൽക്കം സ്പീച്ച് എത്തുമെന്ന ശുഭ പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും, അല്ലെങ്കിൽ പുതിയ ആളുകളിലേക്കും ഞാൻ ഇന്ന് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഒരു 100 ചില്ലാനം ആളുകളിലേക്ക് ഇന്നും ഞാൻ പ്രോഗ്രാമിന് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. നിരവധി ഞാൻ എൻ്റെ ഗ്രൂപ്പുകളിലും ഇന്ന് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിലേക്ക് ഗൾഫ് കൺട്രികളിൽ നിന്ന്, അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ നിന്ന്, അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകൾ നമ്മുടെ പ്രോഗ്രാമിൽ ഓരോ ദിവസവും നമ്മുടെ പ്രോഗ്രാം വളരെ നല്ല നിലക്ക് പോകുന്നു എന്ന് പ്രോഗ്രാം കഴിയുമ്പോൾ പല ആളുകളും എന്നെ സന്തോഷം അറിയിക്കാറുണ്ട്. ഈവൻ ഇതിലെ വലിയ വലിയ ലീഡേഴ്സ് വരെ, മാസ്റ്റർ ജി നിങ്ങളുടെ പ്രോഗ്രാം ഉഷാറാണ്, നിങ്ങളുടെ പ്രോഗ്രാം മറ്റ് പ്രോഗ്രാമുകളെ അപേക്ഷിച്ച് ഉഷാറായി കുറെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നു എന്ന് പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്, വലിയ സന്തോഷം. എൻ്റെ ലീഡർ നജാബ് സാറ് ഈ ലിങ്ക് പർച്ചേസ് ചെയ്തത് എനിക്ക് മുതലായിട്ടുണ്ട്. 2-3 ദിവസമായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു, മാസ്റ്റർ ജി നിങ്ങളുടെ പ്രോഗ്രാം അടിപൊളിയാണ്, GRT പ്രോഗ്രാം അടിപൊളിയാണെന്ന് പറയുമ്പോൾ അത് സന്തോഷമാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ ഒരാൾ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു നല്ല സന്തോഷമാണ്. ഇപ്പൊ നമ്മൾ ഒരാള് വിൻ ചെയ്യുകയാണെങ്കിലും, ഒരാൾക്ക് കൂടുതൽ ഏർണിങ്സ് കിട്ടുകയാണെങ്കിലും, ഒരാൾ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ അപ്രിഷിയേറ്റ് ചെയ്യണം. എന്താ അപ്രിഷിയേറ്റ് ചെയ്യാൻ ഗുണം? അപ്രിഷിയേറ്റ് ചെയ്താൽ നമുക്ക് ഒന്ന് ഉദാഹരണം പറയാം, ഒരു കൈയടിക്കുക. ഇങ്ങനെ ഒരു കൈയടി ഇങ്ങനെ അടിച്ചാല് അത് ശാസ്ത്രീയമായ പല വശമുണ്ട്. ശാസ്ത്രം പറയുന്നു നിങ്ങൾക്ക് അറ്റാക്കിന്റെ അസുഖം ഉണ്ടാവില്ല. ഇന്നിപ്പോ അധിക ആളുകൾ നമ്മളെ പ്രധാനമന്ത്രിജി കൊണ്ടുവന്ന വാക്സിനേഷൻ ശേഷം കുറെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൾഫിൽ നിന്നൊക്കെ അല്ലെ. അതുപോലെ ചെറിയ ചെറിയ ചെറുപ്പക്കാരൊക്കെ അല്ലെ, വലിയ പ്രായമൊന്നുമില്ല, അതിന് അറ്റാക്ക് ഒന്നും മരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ കൈയടി ഇങ്ങനെ നിങ്ങൾ വെറുതെ രാവിലെ കാലത്തൊക്കെ അല്ലെങ്കിൽ കിടക്കാൻ സമയത്തൊക്കെ ഒന്ന് വെറുതെ കുറച്ച് നേരം, ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഒന്ന് കൈ ഇങ്ങനെ അടിക്കുക. ഇങ്ങനെ കൈ അടിച്ചു കഴിഞ്ഞാൽ അറ്റാക്ക് ഉണ്ടാവില്ല എന്നാ. പിന്നെ മറ്റൊരു കാര്യം, സുന്ദരനും സുന്ദരിയുമാകുന്ന ഭംഗി ഉണ്ടാവും, ഭംഗി കൂടുമല്ലോ. അതാണ് നമ്മളെ ഇന്ന് ട്രെയിനറൊക്കെ നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പൊ നല്ല നിങ്ങളെ മനസ്സിലാക്കുക, നമ്മൾ കൈ അടിച്ചാൽ എന്തുണ്ടാവും? ഭംഗി കൂടുമെന്നാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. ഒക്കെ ഒരു മിനിറ്റ്, ഞാനേ ഒരു പെട്രോൾ പമ്പിലാണ്. ഒരു മിനിറ്റ് ഞാൻ പമ്പിൽ കയറി വെളിച്ചത്തിന് വേണ്ടി ഇരുന്നതാണ്. പമ്പില് ഒരു വണ്ടി പോകുന്നു, മാറിക്കൊടുക്കുന്ന പറയും. സോറി, ഐ ആം വെരി സോറി.
ഓക്കെ, ഐ എം വെരി സോറി. ഞാൻ പുറത്തായതുകൊണ്ട് ഞാൻ വണ്ടി ഒന്ന് നന്നായി സൈഡാക്കാൻ വേണ്ടിയിട്ട് ഒരു പമ്പിൽ കയറിയിട്ടായിരുന്നു. അപ്പൊ അവിടുന്ന് ഒരു പെട്രോളിന്റെ ടാങ്കർ വരുന്നത് കൊണ്ട് മാറി കൊടുക്കേണ്ടി വന്നു. ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എല്ലാവർക്കും നമ്മൾ പറഞ്ഞതെന്തോ, ഇവിടെ കൈയടിക്കുക അല്ലെ. നമ്മൾ ഇങ്ങനെ ഒരു അപ്രിഷിയേറ്റ് ചെയ്യ ഒരാൾ ചെയ്താൽ കൈയടിച്ചാൽ ശാസ്ത്രം പറയുന്നത് സൗന്ദര്യം കൂടും അല്ലെ. എല്ലാവർക്കും സൗന്ദര്യം നല്ല ഇഷ്ടമാണ് അല്ലെ. ഇപ്പൊ ജിനു സാറൊക്കെ എന്ത് സൗന്ദര്യമുണ്ട് അല്ലെ, സുരേഷ് സാറായാലും മറ്റു പലരും അല്ലെ. അപ്പൊ സൗന്ദര്യം ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞ ഒരാൾക്ക് ഇഷ്ടമാണ്, സന്തോഷം ഉണ്ടാകണ്ട. സുരേഷ് സാറൊക്കെ ചിരിക്കുന്നുണ്ടല്ലേ. സൗന്ദര്യം ഉണ്ട് എന്ന് പറയാൻ ഒരാൾക്ക് ഇഷ്ടം ഉണ്ടാവുക അല്ലെ. എന്നോട് എന്റെ വൈഫ് പറഞ്ഞിട്ട് നിങ്ങൾ നല്ല സൗന്ദര്യം ഉണ്ട് കേട്ടോ. അപ്പൊ അതാണ്. അപ്പൊ നമുക്ക് ഒരാളെ എന്ത് കാര്യത്തിൽ ഒരാൾ അച്ചീവ് ചെയ്താലും ഒരാൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോഴൊക്കെ അവരെ നമ്മളൊന്ന് അപ്രിഷിയേറ്റ് ചെയ്താൽ നമുക്ക് സൗന്ദര്യം ഉണ്ടാകും. നമ്മൾ വലിയ നിലയിലേക്ക് എത്തും. അപ്പൊ പല ആളെ അപ്രിഷിയേറ്റ് ചെയ്യുക, ഒരാളെ അനുമോദിക്കാൻ ചില ആളുകൾക്ക് അതൊന്നൊരു പിശുക്ക് അവിടെ കാണാം. അത് ശരിയല്ല. നമുക്ക് ഉയർച്ച വേണം, നമ്മൾ മറ്റുള്ളവരെ അഭിനന്ദിക്കണം. അപ്പൊ നമുക്ക് ഉയർച്ച ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മോട് ഇന്നലെ രാത്രി നമ്മുടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ ടീമിൽപ്പെട്ട ഒരു ലേഡി മാഷ ഒരു ദിവസം എനിക്കൊരു പ്ലാൻ പറയാൻ ചാൻസ് തരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും തരും. അങ്ങനെ എല്ലാവരും മുന്നോട്ട് വരണം. നമ്മുടെ പ്ലാൻ ആർക്കും സിമ്പിളായിട്ട് പറയാ അല്ലെ. നമ്മളിപ്പോ എത്രയോ ദിവസം പ്ലാൻ പറഞ്ഞ് അത് പറയണമെങ്കിൽ നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതൊക്കെ ഒന്ന് എഴുതി വെക്കണം. അങ്ങനെ എഴുതി വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ആർക്കും പറയാം, നിങ്ങൾക്കൊക്കെ ഒന്ന് പറയാ. നിങ്ങൾ ഇതേപോലെ പ്രോഗ്രാമും കഴിഞ്ഞിട്ടൊന്ന് അറിയിച്ചാൽ മതി അല്ലെ. 9847284783 എന്റെ ഫോൺ നമ്പർ അതാണ്. അപ്പൊ അതിലോ അല്ലെങ്കിൽ നജാബ് സാറിനെ അറിയിച്ചാല് നമുക്ക് ആർക്കും പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക. ഇനി ഉദാഹരണം പറയാം, നിങ്ങൾക്ക് സംസാരിക്കാൻ കൂടുതൽ അറിയില്ല, നിങ്ങൾക്ക് വെൽക്കം സ്പീച്ച്, ഒരു സ്വാഗത ഭാഷണം, അതെ അത് മതി. അങ്ങനെ തന്നെ എല്ലാവരും തുടക്കം വെക്കുക കേട്ടോ. അപ്പൊ ഒരു MC ആയിട്ട് വരാൻ നിങ്ങൾക്ക് കഴിയും, എല്ലാവർക്കും കഴിയും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറേശ്ശെ പ്ലാൻ പ്രസന്റേഷനിലേക്ക് വരിക. അങ്ങനെ എല്ലാവരും ശ്രമിച്ച നമ്മുടെ പ്രോഗ്രാം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. പുതിയ പുതിയ ആളുകൾ വരുമ്പം പുതിയ ആളുകൾക്ക് എപ്പോഴും പുതുമുഖങ്ങളെ കാണണം. ഒരു റഷീദ് അലി മാസ്റ്റർ എന്നും എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ ഒരു വല്ലായ്മ ഉണ്ടാവും. അല്ലെങ്കിൽ നജാബ് സാറിന് എന്നും വരുമ്പം ഒരാളുകൾക്ക് വല്ലായ്മ ഉണ്ടാവും. എന്നാൽ പുതുമുഖങ്ങൾ വരുമ്പോൾ അവരിന്ന് എന്തെങ്കിലും ഒരു പോയിന്റ് നമുക്ക് കിട്ടിയാൽ അത് നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് മാറ്റുരക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മോട് പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നും നമ്മുടെ ശ്രീരേഖ മേഡാണ്. ശ്രീരേഖ മേഡം ഇതിന്റെ മുമ്പ് പല നെറ്റ്വർക്കൊക്കെ ചെയ്ത് വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ ക്രിപ്റ്റോയിലൊക്കെ ടോക്കണൊക്കെ വാങ്ങി അല്ലെങ്കിൽ കോയിൻസ് ഒക്കെ വാങ്ങി വിൽപ്പന നടത്തുന്ന ഒരു വ്യക്തിത്വമാണ്. അവരൊക്കെ ജീവിതത്തിൽ വിജയിക്കണം, രക്ഷപ്പെടണം എന്നൊരു ചിന്ത ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ പല ബിസിനസ്സും ചെയ്യുന്നുണ്ട്. നമ്മുടെ കൂടെ അപ്പത്തെ ടോക്കണിൽ വളരെ നന്നായി ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീരേഖ ഫ്രം തൃശൂർ. ഞാൻ വളരെ സന്തോഷത്തോടെ വളരെ ആഹ്ലാദത്തോടു കൂടി ഞാൻ അവരെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും അവർ പറയുന്ന വാക്കുകൾ കേൾക്കുക. അവരൊരു പക്ഷേ പുതുതായി വരുന്നത് കൊണ്ട് കുറെ ആളുകൾ അങ്ങനെ കാണുമ്പോൾ വെപ്രാളം വേദനക്കേണ്ട ഒരു പ്രശ്നമില്ല. ഇവിടെ നമ്മളൊരു ഫാമിലി മെമ്പേഴ്സാ അല്ലെ. എല്ലാവരും ഒരുപോലെ കഴിവ് ഉള്ളവരല്ല. എല്ലാ കഴിവും ഉള്ളവരെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ടാണ് നമ്മളൊരു പ്രോഗ്രാമിലുള്ളത്. അതുപോലെ നമ്മൾ ഫാമിലി മെമ്പേഴ്സാ. നമ്മളെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്സുകൾ സംഭവിച്ചാല് നമ്മളതാരും വെളിയിൽ പറയാറില്ല അല്ലെ. എന്നതുപോലെ തന്നെയാണ് നമ്മുടെ പ്രോഗ്രാമിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കുറവുകളോ കുറ്റങ്ങളോ കണ്ടാൽ അവരെ ഉഷാറായിക്കണ്, നിങ്ങൾ പ്രോഗ്രാം അടിപൊളിയെന്ന് പറഞ്ഞ് അവരൊന്ന് അഭിനന്ദിച്ചാൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാം വളരെ ഉഷാറായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കാതെ ഞാൻ പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാൻ അവരെ പരിചയപ്പെട്ട ബഹുമാനത്തോടു കൂടി ശ്രീ രേഖ ഫ്രം തൃശ്ശൂരിനെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം മാഡം ശ്രീരേഖ ഫ്രം തൃശ്ശൂർ. വെൽക്കം ഓൺ ദ സ്ക്രീൻ.
വെൽക്കം. പറയൂ. ഹലോ, ഒന്നോ കേൾക്കാം. കേൾക്കാമോ? കേൾക്കാം. ഹലോ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. റഷീദ് നമസ്കാരം. നല്ല ഭംഗിയായിട്ട് ഇൻവൈറ്റ് ചെയ്തു. ഒരുപാട് താങ്ക്സ്. ഈ അപെക്സിലോട്ട് വന്നതിന് ശേഷം നല്ലൊരു ഇൻകം എനിക്ക് ഏൺ ചെയ്യാൻ പറ്റി. അതില് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ മാസ്റ്ററുടെ വോയിസും അതുപോലെ നജാവ് സാറിന്റെ ടീമിലും നജാവ് സാറിന്റെ ഗ്രൂപ്പിലും ഉള്ളത് കൊണ്ട് എനിക്ക് ഇതൊരു നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു. എന്തായാലും ഞാൻ സ്വയം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ശ്രീരേഖ. ഞാനിവിടെ തൃശ്ശൂരാണ് സ്ഥലം. ജസ്റ്റ് ഒരു 2 മന്ത് ആയതേ ഉള്ളൂ ഈ അപെക്സ് എന്ന് പറഞ്ഞ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ട്. അപ്പൊ ഈ ഒരു 2 മാസം കൊണ്ട് തന്നെ ഇതുവരെ ജീവിതത്തിൽ കിട്ടാത്ത ഒരു ഇൻകം ഈ അപെക്സിൽ നിന്ന് എനിക്ക് മേടിച്ചെടുക്കാൻ പറ്റി. അപ്പൊ നല്ലൊരു സപ്പോർട്ട് തന്ന നജാഫ് സാറിനും അതുപോലെ നല്ല വോയിസും അതുപോലെ നല്ല അടിപൊളി യൂട്യൂബ് ലിങ്കും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബ് വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഈ ബിസിനസ്സിനെ എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ച റഷീദ് അലി മാസ്റ്റർക്കും എല്ലാവർക്കും ഞാൻ ഈ നിമിഷം ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി രേഖപ്പെടുത്താണ്. അപ്പോൾ ഞാൻ ഈ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എപെക്സ് ടോക്കൺ എന്ന് പറഞ്ഞത് വെറും 10 രൂപയിലുണ്ടായിരുന്ന കോയിനാണ്. ഈ 10 രൂപയിൽ ഉണ്ടായിരുന്ന കോയിനാണ് ഇന്ന് ഇതിപ്പോ ഇത്രയും 40 രൂപയിൽ എത്തി നിൽക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഇതിലോട്ടൊരു ഫ്രീ സൈറ്റ് അടിച്ചു വന്ന ഞാൻ പിന്നീട് ഇതിന്റെ ഗ്രോത്ത് കണ്ടിട്ടാണ് ഈ ബിസിനസ്സിൽ ഞാൻ എന്തായാലും ഇതിൽ സക്സസ് ആവാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് വന്നത്. ഇതിന്റെ ഗ്രോത്ത് ഞാൻ എന്റെ കൺമുന്നിൽ കാണാണ്. അപ്പൊ ഇത് എപെക്സ് ടോക്കൺ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് എന്റേതായ ഒരു ശൈലിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം എപെക്സ് ടോക്കണെ കുറിച്ച് വാക്കുകൾ. ഓക്കെ, അപ്പൊ ഈ എപെക്സ് ടോക്കൺ എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ കറൻസി ആണിത്. ഇതൊരു വെർച്വൽ കറൻസിയാണ്. ഇപ്പൊ നമുക്കിത് നിലവില് വെറും 9 രൂപയ്ക്ക് വെറും 9 റുപ്പീസിന് നമുക്ക് ഒരു ചോക്ലേറ്റ് വാങ്ങണ ക്യാഷിന് നമുക്ക് ഇപ്പൊ ഈ നമ്മുടെ എപെക്സ് ടോക്കൺ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്കിതില് സ്റ്റാർട്ടിങ് എമൗണ്ട് എന്ന് പറയുന്നത് 4,500 ആണ്. 4,500 മുടക്കി നമുക്ക് ഈ എപെക്സ് എന്ന ഈ ഒരു മഹാസാഗരത്തിലേക്ക് ഈ മഹാ അവസരത്തിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഒരു 4,500 രൂപ മുടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 9 രൂപ വിലയുള്ള 500 എപെക്സ് ടോക്കൺ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഈ 4,500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ടോക്കൺ മാത്രമല്ല കിട്ടാൻ പോണത്. ഈ എമൗണ്ട് ഇട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് അതിന്റെ പിറ്റേ ദിവസം മുതൽ നിങ്ങൾക്ക് ROI സ്റ്റാർട്ട് ചെയ്യും. ഇതിനായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. എമൗണ്ട് ഇടാൻ മിണ്ടാതിരിക്കുക. എന്നും കാലത്ത് നിങ്ങൾ രാവിലെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വരുമാനം വന്നിട്ടുണ്ടാവും. ഒരു മാസം 22% പ്രോഫിറ്റ്, അതായത് എല്ലാ വർക്കിംഗ് ഡേയ്സിലും വരുമ്പോൾ നമുക്ക് ശനി ഞായർ ഒഴിവാക്കി കഴിഞ്ഞാൽ എല്ലാ വർക്കിംഗ് ഡേയ്സിലും പ്രോഫിറ്റ് കണക്കാക്കി കഴിഞ്ഞാൽ 22% പ്രോഫിറ്റ് നിങ്ങൾക്ക് മന്ത്ലി ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി ഈ ഒരു 4,500 രൂപ നമ്മൾ മുടക്കി നമ്മൾ ആദ്യം നമ്മൾക്ക് നിങ്ങളുടെ ലീഡർ നിങ്ങൾക്ക് ഒരു ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടാവും ഈ ബിസിനസ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ ആള്. അപ്പോൾ ആ ലിങ്കിൽ കയറി നിങ്ങൾ ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താക്കണം, നിങ്ങൾ ഏത് എമൗണ്ടിലാണോ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലീഡേഴ്സിന് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യോ പേടിഎം ഇത് വഴി നിങ്ങൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം. ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലോട്ട് നിങ്ങൾക്ക് USDT ആയിട്ട് നിങ്ങൾക്ക് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്ത് തരും. ഓക്കെ, എന്താണ് USDT എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ ഡോളറിന്റെ ഒരു ക്രിപ്റ്റോ വെർഷൻ ആണ് USDT എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബ്ലോക്ക് ചെയിൻ, എന്താണ് USDT, എന്താണ് ക്രിപ്റ്റോ കറൻസി, ഇതിനെ കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. ബ്ലോക്ക് ചെയിൻ ഒക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള സംഗതികളാണ്. അതിലൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണിത്. അപ്പൊ അതിനൊക്കെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താക്കാം, നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊക്കെ നോക്കി നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമുക്ക് 9 രൂപ റേറ്റിൽ നമുക്ക് ഈ കിട്ടണ കോയിൻ ഇതെല്ലാം ഒരു രത്നക്കല്ലാന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ എക്സ്ചേഞ്ചിൽ 40 രൂപ വിലയുള്ള കോയിനാണ് നമുക്ക് 9 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു 4,500 രൂപ മുടക്കണ വ്യക്തിക്ക് എന്തൊക്കെ കിട്ടും നമുക്ക് നോക്കാം. 4,500 രൂപ മുടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് കിട്ടുന്നത്. ഓക്കെ, 500 എപെക്സ് ടോക്കൺ കിട്ടുന്നുണ്ട്. അത് കൂടാണ്ട് പിറ്റേ ദിവസം മുതൽ നിങ്ങൾക്ക് ROI സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡെയിലി 1% പറയുമ്പോൾ 45 രൂപ വെച്ചിട്ട് ഡെയിലി നിങ്ങളുടെ വാലറ്റിലോട്ട് കയറും എല്ലാ വർക്കിംഗ് ഡേയ്സിലും. അത് കൂടാണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമുക്കൊരു എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പൊ ഒരു ഷോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ മിനിമം ഏറ്റവും കുറവ് ഒരു 10 ലക്ഷം രൂപയെങ്കിലും ഇല്ലാണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലെ. ഇവിടെ നമുക്ക് വെറും 4,500 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഒരു ബിസിനസ് ഐഡിയ കിട്ടുന്നത്. ഈ ഐഡിയയുടെ പ്രത്യേകത, ഈ ലോകത്തിന്റെ ഏത് മൂലയിലുള്ള
മെമ്പേഴ്സിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ആക്കാം. അങ്ങ് അമേരിക്കയിൽ നിന്ന്, അങ്ങ് ജപ്പാനിൽ നിന്ന്, അങ്ങ് ഇംഗ്ലണ്ടിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലോട്ട് മെമ്പേഴ്സിന് നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാം, ഇതിലോട്ട് ജോയിൻ ആക്കാം. നമ്മുടെ ഈ പ്ലാൻ എന്ന് പറയുന്നത് നമുക്കൊരു ബൈനറി പ്ലാൻ ആണ്. അപ്പൊ ഈ ബൈനറി പ്ലാന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഡെപ്തിൽ നിന്ന് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്ത പ്ലാൻ. അപ്പോൾ 4500 മുടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ബിസിനസ് ഐഡി കിട്ടുന്നുണ്ട്, 500 എപെക്സ് ടോക്കൺ കിട്ടുന്നുണ്ട്, പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് വരുമാനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എമൗണ്ട് ഇനി ഇട്ടിട്ട് നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് അപ്ഗ്രേഡ് ചെയ്യാം. ഒരുപാട് റിസ്ക് ഒന്നും എടുത്തിട്ടൊന്നും നിങ്ങൾ ഇപ്പൊ ഇതിലോട്ട് ഇപ്പൊ എപെക്സിലോട്ട് അങ്ങനെ ജോയിൻ ചെയ്യണമെന്നൊന്നും ഞാൻ പറയും. നിങ്ങൾ ജസ്റ്റ് ഒരു 4500 മുടക്കി ആദ്യം ഇതിലോട്ടൊന്ന് എൻ്റർ ചെയ്യുക. ഇന്നിപ്പോ ഇവിടെ 82ഓളം മെമ്പേഴ്സ് ഉണ്ട്. 82ഓളം മെമ്പേഴ്സ് ഇന്ന് നമ്മുടെ സൂം മീറ്റിലുണ്ട്. ആകെ 4-5 പേര് മാത്രമാണ് വീഡിയോ ഓണാക്കി വെച്ചിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും വീഡിയോ ഒക്കെ ഓണാക്കി വെക്കുക. അപ്പൊ നമുക്ക് കാണുമ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ ഒക്കെ നല്ലൊരു എനർജറ്റിക് നമുക്കുണ്ടോ. എല്ലാവരും വീഡിയോ ഒക്കെ ഓണാക്കി വെക്കുക. ഓക്കെ, ഞാനും ആദ്യം വീഡിയോ ഒക്കെ അയ്യോ സാറേ വീഡിയോ ഓൺ ആക്കണോ എന്നൊക്കെ ചോദിച്ചു വന്നിരുന്ന ഒരാളാണ്. ഇപ്പൊ ഞാനിപ്പോ പ്ലാൻ പ്രസന്റ് ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് വന്നില്ലേ ഇല്ലേ. അപ്പൊ അതുപോലെ നിങ്ങളും എല്ലാവരും വീഡിയോ ഒക്കെ ഓണാക്കി വെക്കുക. ഓക്കെ, ഇത്രയും മെമ്പേഴ്സ് ഉണ്ട്, ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ പ്ലാൻ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ആർഒയും നമ്മുടെ അതേപോലെ വർദ്ധിക്കും. ഇനി ബൈനറി പ്ലാനെ കുറിച്ചിട്ട് ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന് മുമ്പ് ഞാനൊരു കൺസെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു AI ട്രേഡിന്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അതിൽ ജസ്റ്റ് ഒരു 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെവൽ പ്ലാൻ ആയിരുന്നു. 3 ലെവലിൽ മാത്രമാണ് നമുക്ക് ഇൻകം കിട്ടുക. അതായത് ഞാനിപ്പോ ഒരു ബിസിനസ്സിൽ ഇതിലോട്ട് എൻ്റർ ചെയ്തിട്ട് ജസ്റ്റ് ഇപ്പൊ ഒരാൾ ഡയറക്ട് റെഫറൽ വന്നു. ഇപ്പൊ ഒരു A എന്നൊരു വ്യക്തിനെ ഞാൻ ഡയറക്ട് റെഫറൽ ചെയ്തെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ബിനെ ജോയിൻ ആക്കി, ബി എന്ന വ്യക്തി സീനെ ജോയിൻ ആക്കി. സി ഇതിലോട്ട് എത്ര മെമ്പേഴ്സിനെ കൊണ്ടുവന്നാലും ഇപ്പൊ 1000 മെമ്പേഴ്സിനെ കൊണ്ടുവന്നു, 2000 മെമ്പേഴ്സിനെ കൊണ്ടുവന്നതൊന്നും ഇതിന്റെ ഒന്നും ഇൻകം എനിക്ക് കിട്ടണില്ല. അതിന് വേണ്ടി നമ്മുടെ ബൈനറി പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ ABC അല്ല, ഇനിയിപ്പോ 1, 2 ചേർത്ത് 2ാമത്തെ 3ാമത്തേന് ചേർത്ത് അങ്ങ് 10,000 എത്ര താഴോട്ട് പോയാലും എത്ര ഡെപ്തിലോട്ട് പോയാലും നിങ്ങൾക്ക് ബൈനറിയിൽ നിന്നും ഇൻകം ജനറേറ്റ് ആയി വരും. ഇവിടെ ആകെ ഒറ്റ കണ്ടീഷനുള്ളൂ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ബിസിനസ് ആയിട്ട് ചെയ്യണവർക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇൻവെസ്റ്റർ ആയിട്ട് ചെയ്യണവർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എമൗണ്ട് ഇടുക, മിണ്ടാതിരിക്കുക. ഇൻകം ഓൾറെഡി അവിടെ ദിവസം കയറും. ഇത് ബിസിനസ് ആയിട്ട് പ്രൊമോഷൻ ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്ക് എന്താക്കാം, ഇത് ലെഫ്റ്റ് റൈറ്റ് ബൈനറി മാച്ച് ആവുന്നതനുസരിച്ച് ഇൻകം വീണുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ സാധാരണ ഇപ്പൊ ഞാൻ ഓരോ കമ്പനികൾ ഇതിന് മുമ്പ് ചെയ്ത കമ്പനി ഇതിലൊക്കെ CEO ആരെന്ന് പോലും അറിയില്ല. അതുപോലെ എവിടെയാണ് കമ്പനിയുടെ ഇതിനൊരു അതോറിറ്റിയോ അല്ലെങ്കിൽ ഇത് എവിടെ രജിസ്റ്റർ ചെയ്തു ഇതൊന്നും അറിയാതെ തന്നെ ജസ്റ്റ് ഒരു 6-7 മാസം കൊണ്ട് 20 lakhs വരുമാനം മേടിച്ച ആളാണ്. ഇതൊന്നും ഇല്ലാതെ തന്നെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു അതോറിറ്റി ഉണ്ട്. നമുക്ക് മലയാളി തന്നെയാണ് നമ്മുടെ CEO സാറ്. അപ്പോ നമുക്ക് ഇതിന്നപ്പോ നല്ലൊരു കോൺഫിഡന്റ് ആണ് നമുക്ക് ഇത് ചെയ്യാനായിട്ട് അല്ലെ. ഒരു മലയാളിയാണ് നമ്മുടെ അഭിജിത്ത് മണി സാറ്, കോട്ടയം സ്വദേശിയാണ്. ഇപ്പൊ ആള് ദുബായിൽ സെറ്റിൽഡ് ആണ്. അപ്പോൾ നമുക്കൊരു CEO ഉണ്ട്. ആളെ എല്ലാ കാര്യങ്ങളും നമുക്ക് സൂം മീറ്റിലൂടെ വരുന്നുണ്ട്. ലൈവാണ് അദ്ദേഹം. എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആള് പറയുന്ന പോലെ തന്നെ എല്ലാതും ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇന്ന ഡേറ്റില് ഇന്ന എക്സ്ചേഞ്ചില് നമ്മുടെ കോയിൻ വരും എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ 2 ദിവസം മുന്നേ തന്നെ നമ്മുടെ കോയിൻ അവിടെ ലിസ്റ്റ് ആയിരിക്കും. അതാണ്. അപ്പൊ അപ്പൊ അഭിജിത്ത് മണി സാറിനെ ഒരു നിമിഷം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അയാൾക്ക് നല്ല ആയുസ്സും ആരോഗ്യം, ഇതിലും നല്ല രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ആക്കാനും ആൾക്ക് സാധിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ക്രിപ്റ്റോ ഈ എപെക്സ് ടോക്കൺ എന്ന് പറയുന്നത് 6 എക്സ്ചേഞ്ചിൽ ഇതിനോടകം വന്നു. ജസ്റ്റ് 1.5 കൊല്ലം കൊണ്ട് എന്നുള്ളത് ആലോചിക്കണം. സാധാരണ ഒരു കമ്പനിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു കമ്പനി ഞാൻ ഇങ്ങനെ നമ്മൾ ഓരോ കമ്പനികൾ കേൾക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒരു ഗ്രോത്ത് നമ്മളിങ്ങനെ വീക്ഷിക്കില്ല, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളെന്നൊക്കെ. അപ്പൊ അവർ പറയാണ്, മാഡം ഒരു ക്രിപ്റ്റോ ഇത് കറൻസി ഉണ്ട്, ഇന്നൊരു ടോക്കണിന്റെ പേര് ടോക്കൺ ഉണ്ട്, മാഡത്തിന് വേണമെങ്കിൽ അത് വാങ്ങാം. അപ്പൊ ഞാൻ ചോദിക്കും ആരാണ് ഇതിന്റെ എവിടെയാണത് ഉള്ളത്? അതൊന്നും ഇല്ല മാഡം, ഇത് ഫുള്ള് ഡിസെൻട്രലൈസ്ഡ് ആണ്, ഇത് ബ്ലോക്ക് ചെയിൻ, ഇതിനങ്ങനെ CEO അതൊന്നും ഇല്ല. അവർ പറയണതാണ്. അപ്പൊ ഇത് എവിടെയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഏത് എക്സ്ചേഞ്ചിലാണ്? എക്സ്ചേഞ്ചിൽ വരും. ആ പറച്ചിൽ തന്നെയുള്ളൂ, വരലില്ല. അപ്പൊ ടോക്കൺ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ഇത് ഇന്ന പോലെ ഒരു പ്ലാൻ ഉണ്ട് എന്നുള്ളത് ടോക്കൺ നിങ്ങൾ വാങ്ങൂ, ഇത് എക്സ്ചേഞ്ചിൽ വരും എന്ന് പറഞ്ഞിട്ട് പ്രൊമോഷൻ ചെയ്യുന്ന ഒരു രീതി. അങ്ങനെ ആറ്റുനൂറ്റി ഇരുന്നിരുന്ന് ചിലപ്പോ 1-2 കൊല്ലം കഴിഞ്ഞിട്ടാകും ഒരു എക്സ്ചേഞ്ചിൽ വരുന്നത്. ഇവിടെ കമ്പനി തുടങ്ങി ജസ്റ്റ് 1.5 കൊല്ലം ആകുമ്പോഴേക്കും 6 എക്സ്ചേഞ്ചിൽ നമ്മുടെ എപെക്സ് ടോക്കൺ വന്നു. അമേരിക്കയുടെ തന്നെ നമ്പർ 1 എക്സ്ചേഞ്ച് ആയ ബിറ്റ്മാർട്ട്, അതുപോലെ എൽ ബാങ്ക്, കോയിൻ മാർക്കറ്റ് ക്യാപ്പ്,
കോയിൻസ് ബിറ്റ്, അസി ബിറ്റ്, അതുപോലെ ഇപ്പൊ ലാസ്റ്റ് ലിസ്റ്റ് ചെയ്ത XT.com അതുപോലെ 2 വാലറ്റിലും നമ്മുടെ എപെക്സ് ടോക്കൺ ഉണ്ട്. മെറ്റാമാസ്ക് അതുപോലെ ട്രസ്റ്റ് വാലറ്റ്, ഈ 2 വാലറ്റിലും നമ്മുടെ എപെക്സ് ടോക്കൺ വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ്. ഓരോ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ടോക്കന്റെ പ്രൈസ് അങ്ങ് മുകളിലോട്ട് അങ്ങോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മേടിക്കുന്ന ഈ ഒരു ടോക്കണ് $10 വില വരും എന്നാണ് പറഞ്ഞിരിക്കണേ ബിനാൻസിൽ എത്തുമ്പോഴേക്കും. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ഇനി ഈ മാസം ലാസ്റ്റ് ഇനി പോക്കേസിലാണോ അതോ കുക്കൈനിലാണോ എന്ന് അറിയില്ല. ഈ മാസം ലാസ്റ്റ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത ഒരു എക്സ്ചേഞ്ചിലും വരാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു 500 കോയിൻ ഒന്ന് ആലോചിച്ച് $10 വില വന്നാല്, അതായത് 900 രൂപ വില വന്നാല് 4500 രൂപ മുടക്കിയ വ്യക്തിക്ക് കിട്ടാൻ പോണത് 4.5 ലക്ഷം രൂപയാണ്. ഇനിയിപ്പോ $10 വില വന്നില്ല, വെറും $5 മാത്രമാണ് വില വന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് 2.5 ലക്ഷം രൂപ കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഒരു 10 ലക്ഷം ഇടുന്ന ആൾക്കൊന്ന് ആലോചിച്ച് നോക്കിക്കേ, 11,000 സംതിങ് കോയിൻ ആൾക്ക് കിട്ടും. 10 ലക്ഷം രൂപയാണ് ആൾക്ക് ആ കോയിൻ സെല്ലിങ്ങിലൂടെ കിട്ടാൻ പോണത്. അപ്പൊ ഇത് നമുക്ക് ഫസ്റ്റ് നമ്മൾ ഈ USDT ആയിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്റ്റേക്ക് ചെയ്യണം. സ്റ്റേക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല, സിമ്പിൾ ആണ്. ജസ്റ്റ് നമ്മൾ നമ്മുടെ ID കയറാം, ടോക്കൺ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റിൽ ജസ്റ്റ് ഒന്ന് കയറി ജസ്റ്റ് 2 ക്ലിക്കിൽ നമ്മൾ നമ്മുടെ ടോക്കൺ വാങ്ങലും സ്റ്റേക്ക് ചെയ്യലും എല്ലാം ജസ്റ്റ് 2 സെക്കൻഡിന്റെ കാര്യമുള്ളൂ. ഓക്കെ, സ്റ്റേക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേക്ക് എന്നതുകൊണ്ട് അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് അവിടെ ഫ്രീസ് ആക്കി വെക്കണം, നമുക്ക് അത് ഇനി സെല്ലാക്കാൻ പറ്റില്ല. അതായത് നമ്മൾ സ്റ്റാർട്ടിങ് കൊടുക്കുന്ന എമൗണ്ടിന് മേടിച്ച ടോക്കൺ നമ്മുടെ ഫ്രീസ് ആണ്, അത് നമുക്ക് സെല്ല് ചെയ്യാൻ ഇപ്പൊ പറ്റില്ല. അത് സെല്ല് ചെയ്യാൻ എത്ര ദിവസം കഴിയണം? കമ്പനി നമുക്ക് 2 to 5 days ആണ് പ്രോഫിറ്റ് വരുന്നത്. ഈ 2 to 5 days കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇത് എന്താക്കാൻ പറ്റുക, സെല്ലാക്കാൻ പറ്റുക. ഓക്കെ, അതല്ലാതെ നമുക്ക് ഇനിയിപ്പോ അതായത് നമുക്ക് ഗ്യാസ് വി ആയിട്ടൊക്കെ നമുക്ക് എപെക്സ് ടോക്കൺ വേണം, അങ്ങനെ എപെക്സ് ടോക്കൺ വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ചിൽ കയറി വാങ്ങാം. അപ്പൊ എക്സ്ചേഞ്ചിൽ കയറി ബൈ ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. അപ്പൊ അതിൽ കയറി നമുക്ക് ഇന്ത്യൻ മണി മാറ്റി നമുക്ക് USDT നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ട്രസ്റ്റ് വാലറ്റിനൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് നമുക്ക് എപെക്സ് ടോക്കൺ വാങ്ങാം. അത് വാങ്ങുന്നത് എന്തിനാണ്? നമുക്ക് USDT അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വിഡ്രോ എടുക്കുമ്പോൾ ബാങ്കിലോട്ട് അതുപോലെ നമ്മുടെ ബൈനാൻസിലോട്ടോ ട്രസ്റ്റിലോട്ടോ ഒക്കെ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എപെക്സ് ടോക്കൺ വേണം. അതിനാണ് നമ്മൾ ഈ എക്സ്ചേഞ്ചിൽ ഇങ്ങനെ ബൈ ചെയ്യാന്നുള്ളത് എന്റെ വീഡിയോ ഞാൻ ഇട്ടത്. ഓക്കെ, പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഈ വില നല്ലോണം കുറഞ്ഞിരിക്കുന്ന സമയത്ത് എപെക്സ് ടോക്കൺ ഒരുപാട് മേടിച്ചിട്ട് പിന്നെ വില കയറുന്ന സമയത്ത് സെല്ലാക്കിയിട്ട് അങ്ങനെയും കുറെ പേര് ഇതിൽ വരുമാനം വാങ്ങുന്നുണ്ട്, ചെറിയ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ എപെക്സിന്റെ ടോക്കണിന്റെ ഇത് വരുന്നത്. നല്ല ഗ്രോത്ത് ഉള്ള കമ്പനിയാണ്, നല്ല രീതിക്ക് ഇത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇനിയും ഇതിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ ID അടിച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ ഒരു അവസരം നിങ്ങൾക്ക് വേറെ കിട്ടില്ല, അത്രയും നല്ലൊരു സൂപ്പർ ഓപ്പർച്യൂണിറ്റി ആണിത്. പിന്നെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എങ്ങനെ? ഒരു മിനിറ്റ് സാറേ. അപ്പോ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസിന്റെ കൂടെ തന്നെ ബിസിനസ് ചെയ്ത് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എല്ലാവരും ഇത് ചെയ്യണം, ഒരാൾ പോലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യാതിരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേണ്ട, നിങ്ങളിപ്പോ ചെയ്യണ ജോലിയുടെ കൂടെ ചെയ്യാം. കാരണം എന്താണെന്നറിയോ, ഈ ലോകത്ത് 800 കോടി ജനങ്ങളുണ്ട്, നമ്മുടെ കേരളത്തിൽ തന്നെ 3.5 കോടി ജനങ്ങളുണ്ട്. നിങ്ങളിപ്പോ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് ആ ബിസിനസ് നിങ്ങളിപ്പോ ഒരു ഷോപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് ആ ഷോപ്പിലോട്ട് എത്ര മെമ്പേഴ്സ് വരും എന്ന് നിങ്ങൾ ആലോചിക്കുക. ആ ചുറ്റുവട്ടത്തുള്ള ആ ഒരു മെമ്പേഴ്സ് ആയിരിക്കും വരിക അല്ലേ, അല്ലെങ്കിൽ കുറച്ച് എല്ലാവരും മെമ്പേഴ്സ് കുറച്ച് പേരെ നിങ്ങൾക്ക് അതിന്റെ സെയിൽ നിങ്ങൾക്ക് കിട്ടും. അതിനുവേണ്ടി ഇവിടെ നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോകത്തിന്റെ ഏത് മൂലയിൽ നിന്ന് നമുക്ക് മെമ്പേഴ്സിന് കിട്ടും. അപ്പോൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോ എന്റെ ടീം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അതായത് മാഡം ആളെ കിട്ടുന്നില്ല, ആരോടാണ് ബിസിനസ് പറയാ, അവർ പറയുമ്പോൾ കുറെ നെഗറ്റീവ് പറയുന്നു, അങ്ങനെയൊക്കെ കുറെ ഉണ്ട്. അപ്പൊ എല്ലാത്തിനുള്ള സൊല്യൂഷൻ കൂടി ഉണ്ട്. നിങ്ങളുടെ പ്രശ്നം എന്താണോ ആ പ്രശ്നം എന്താന്നുള്ളത് നിങ്ങൾ അറിയിക്കുക.
വിളിച്ചിട്ട് നിങ്ങൾ സംസാരിക്കുക. നിങ്ങളത് മനസ്സിന്റെ ഉള്ളിൽ ഇട്ടിട്ട് കാര്യമില്ല. നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് നിങ്ങൾ തുറന്ന് പറഞ്ഞാലാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ, ഞങ്ങൾ എല്ലാ ലീഡേഴ്സ് എല്ലാത്തിനും നമ്മൾ സപ്പോർട്ട് ഉണ്ട്. നമ്മൾ ഒരു കുടുംബമാണ്. അത് നിങ്ങൾ അപ്ലൈൻ ഞാൻ ഡൗൺലൈൻ അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലൈൻ അപ്ലൈ അങ്ങനെയൊന്നും ഇല്ല. ഇതിലങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ മേലുദ്യോഗസ്ഥനൊക്കെ അങ്ങനെ ഇതൊന്നും ഇല്ല. നമ്മളെല്ലാവരും ഒരു ഒറ്റ ഫാമിലിയാണ്. നമ്മൾ ഒന്നിച്ച് നിന്നിട്ട് നമ്മളൊരു കൂട്ടായ പരിശ്രമത്തോടെ ഒത്തുപിടിച്ചാൽ മലയും പോലും പറയില്ല, അതുപോലെ കൂട്ടായ ഒരു പരിശ്രമത്തോടെ നമ്മൾ ഒന്നിച്ച് ചേർന്ന് നിന്ന് നമ്മൾ ഈ എപെക്സ് ടോക്കണെ നമ്മൾ വിജയിപ്പിക്കും. ഇതിനെ നമ്മൾ അൺലിമിറ്റഡ് ഇൻകം നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിങ്ങൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ചെയ്യണ സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയാന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾ സമൂഹത്തിൽ തന്നെ നല്ലൊരു വ്യക്തി, എന്റെ ഒരു ഇതിൽ ഞാൻ പറയാണ്, സമൂഹത്തിൽ തന്നെ നല്ലൊരു നിലയും വരിയും ഒക്കെ ഉള്ള ഒരു മാന്യമായ ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട് ഒരുപാട് പേരുണ്ടാവും അല്ലെ. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ടീം സെറ്റ് ആവും. ഇനിയിപ്പോ നിങ്ങൾക്ക് കോണ്ടാക്ട്സ് ഒന്നും ഇതില്ല, ഫ്രണ്ട്സ് ഇല്ല, റിലേറ്റീവ്സ് ഇല്ല, അധികം ബന്ധുക്കളൊന്നും ഇല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പ്ലാന് കൊടുക്കാം. നമ്മൾ നമ്പർ എടുക്കുക, വിളിക്കുക, ഇതന്നെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വിജയിച്ച ഒരു ഇതാണ് ഞാൻ പറയുന്നത്. എനിക്ക് തുടക്കത്തിലൊന്നും ജസ്റ്റ് ഞാൻ ഇതില് ജോയിൻ ചെയ്യണ സമയത്ത്, ഈ നെറ്റ്വർക്ക് മാർക്കറ്റിലേക്ക് കടക്കണ സമയത്ത് 70 പേരായിരുന്നു എന്റെ കോണ്ടാക്ട്സ്. 70 പേര് മാത്രം. ഇപ്പൊ ഞാനിപ്പോ ജസ്റ്റ് ഇപ്പൊ 2-2.5 വർഷത്തോളമായി ഇപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ എന്റെ കോണ്ടാക്ട്സിൽ 3000-ഓളം പേരുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പവർ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും എവിടെ നിന്നൊക്കെ നമുക്ക് കോണ്ടാക്ട്സ് കിട്ടും. നമ്മൾ എല്ലാവരോടും പ്ലാൻ പറയാനായിട്ട് ആദ്യം ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക. ഇതിന് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് ആഴത്തിൽ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഏത് ഉറക്കത്തിൽ നിന്ന് എനിക്ക് ചോദിച്ചാലും നിങ്ങൾക്ക് എപെക്സിന്റെ പ്ലാന് പറയാൻ കിട്ടണം. ആ രീതിക്ക് നിങ്ങൾ പഠിക്കുക. അതേപോലെ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ അടുത്തൊക്കെ ഇപ്പൊ ഒരാൾ പ്ലാൻ പറയാൻ വന്ന് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്താണെങ്കിലും ഞാൻ അത് പറഞ്ഞു കൊടുക്കും. അതേപോലെ നിങ്ങൾ അങ്ങോട്ട് വില്ലിങ് ആവുക. നിങ്ങൾ കാണുന്നവരോട് മുഴുവൻ പറയാം. അങ്ങ് പറന്നു പോണ കാക്കോട് വരെ പറയാനായിട്ട് ഞാൻ റെഡിയാണ്. മനസ്സിലായോ? അപ്പൊ അതുപോലെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ഇതിലുണ്ടാവും. പിന്നെ ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഇതില് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഇപ്പൊ നമ്മുടെ എപെക്സ് ടോക്കൺ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ടീം സെറ്റ് ആയില്ല എന്നല്ല, അതിന് കുറച്ച് സമയം എടുക്കും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യണത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളൊരു 5 ആൾക്ക് ഒരു 10 ആൾക്ക് ഡെയിലി പ്ലാന് കൊടുക്കുക. ഇപ്പൊ ഞാനിപ്പോ 2 മാസം അതായത് ആദ്യത്തെ ഒരു മാസം എനിക്ക് ജോയിൻ ചെയ്ത സമയത്ത് ഇപ്പൊ ഫ്രണ്ട്സ് എന്നെ അറിയുന്നവര് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഞാൻ ഇതിലോട്ട് ക്ഷണിച്ചു, അവരൊക്കെ ജോയിൻ ചെയ്തു, വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നത്തെ മാസം അങ്ങോട്ട് ആയപ്പോ കുറച്ചിങ്ങനെ ലാഗിങ് ബിസിനസ് ഇങ്ങനെ അത് ഈ കടലിൽ പെരുമാറി പോലെ. ഇപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇതിൽ ഇൻകം നമ്മൾ പറയുകയാണെങ്കിൽ ചില സമയത്ത് നല്ലോണം കൂടും, ചില സമയത്ത് കുറച്ച് താഴും, അങ്ങനെ ഒരു ഇതിലാണ്. അപ്പൊ നമ്മളത് ആ ഒരു താളത്തിനനുസരിച്ച് തന്നെ നമ്മൾ അതിനൊപ്പം തന്നെ നമ്മൾ ആ ഒഴുക്കിനൊപ്പം തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് ഇതിലിപ്പോ മെമ്പേഴ്സ് അങ്ങനെ ആയില്ല, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഇവിടെ നമുക്ക് ഉപയോഗിച്ച് നമ്മൾ പ്ലാൻ കൊടുത്ത് അവർക്കെല്ലാം വിളിച്ച് സംസാരിച്ച് നമ്മൾ നല്ലൊരു എന്താ പറയാ ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കാം. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഇതിന് വരുമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം വൈകാതെ നെക്സ്റ്റ് ഒരു 1-2-3 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ടീം, നിങ്ങൾ എഫേർട്ട് ഇടണമില്ല എന്നാലാണ് കാര്യമുള്ളൂ. ഇതിൽ നിങ്ങൾ വിജയിക്കാനായിട്ട് ഒന്നും ചെയ്യണ്ട. ആകെ ഒരു 4500 രൂപ അത് എല്ലാവരുടെയും ഉണ്ടല്ലോ. പിന്നെ നിങ്ങളൊരു കാര്യം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അത് ചെയ്തേ പറ്റൂ. അതെന്താണ്? സ്റ്റോക്ക് ഇപ്പൊ ഒരു ഷോപ്പിൽ സ്റ്റോക്ക് ഇറക്കുക അല്ലെങ്കിൽ അതൊക്കെയാണോ? അതൊന്നുമില്ല. ഇതിലോട്ട് നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ ടൈം ഈ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ വിജയിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം ഒരു ഐഡിയ അടിക്കുക, പിന്നെ നിങ്ങളുടെ ടൈം നിങ്ങൾ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങൾ എത്രത്തോളം ടൈം നിങ്ങളെ ഈ ബിസിനസ്സിൽ നിങ്ങൾ ടീം ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു നല്ലൊരു ടീം സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ രാവിലെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഇൻകം നിങ്ങൾക്ക് കയറി വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഒരു ടീം സെറ്റ് ആവണ വരെ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ നിങ്ങളുടെ ടൈം ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ടീം നിങ്ങൾക്ക് ബിൽഡ് ആവും. ഇപ്പൊ ഇതില് ഒരു ഇപ്പൊ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിന്റെ തിയറി പറയുകയാണെങ്കിൽ ഞാനൊരു ചെറിയൊരു കഥ എന്റെ ഒരു രൂപകൽപ്പനയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു കഥയാണ്. വേറെ ഒന്നല്ല. ഇപ്പൊ ഒരു കർഷകന് അവന്റെ ഒരു സുഹൃത്ത് ഒരു സീഡ് കൊടുത്തു. ഒരു ബാമ്പുവിന്റെ സീഡാണത്, ചൈനീസ് ബാമ്പുവിന്റെ സീഡ് കൊടുത്തു. അത് വെറും ഒരു ചൈനീസ് ബാമ്പുവിന്റെ സീഡല്ലേ, വെറും ഒരു സീഡല്ലത്. ആ സുഹൃത്ത് അത് കൊടുക്കുമ്പോ പറഞ്ഞു, ഇത് ഒരു അത്ഭുത ശക്തിയുള്ള സീഡാണ്. ഇതിനെ നിങ്ങൾ നട്ട് പരിപാലിക്കണം, നിങ്ങൾക്ക് ലൈഫിൽ വലിയ വിജയങ്ങൾ ഇത് കൊണ്ടുതരും. വേറൊരു എന്താ പറയാ, വേറൊരു ഇതിനും കിട്ടാത്ത അത്ര വിളവ് നിങ്ങൾക്ക് ഇതിന് കിട്ടും, അത്ര റിട്ടേൺ നിങ്ങൾക്ക് ഇതിന് കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ ഈ സുഹൃത്ത് എന്ത് ചെയ്തു? ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്തു. ആളത് കൊണ്ടുപോയി ആ വിത്ത് അവിടെ കുഴിച്ചിട്ടു.
കുഴിച്ചിട്ട് 1 ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, സീഡ് മുളയ്ക്കണില്ല. 1 മാസം കഴിഞ്ഞു, വിത്ത് മുളയ്ക്കണില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവര് കൂടെയുള്ളവരും ഇവരെല്ലാവരും ചോദിച്ചു, എന്താണ് വിത്തൊന്നും മുളയ്ക്കണില്ല? പിന്നെ അപ്പൊ ഇയാള് ഭ്രാന്തനാണോ ചോദിച്ചു. ആളെന്നും അതിന് വളമിട്ട് കൊടുക്കുന്നുണ്ട്, അതിന് വെള്ളം നനയ്ക്കുന്നുണ്ട്, അതിനെ പരിപാലിക്കുന്നുണ്ട്. അപ്പൊ ഇത് മുളയ്ക്കണ കാണുന്നില്ല. അപ്പൊ ഇനി അത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, അതിലൊന്നും ഉണ്ടാവാനൊന്നും പോണില്ല, താങ്കളുടെ പണി നിർത്തിക്കോളൂ എന്ന് അവിടെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും പറഞ്ഞു. പക്ഷെ ആളത് നിർത്തിയില്ല. അങ്ങനെ ഇതില് 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞു. 3 വർഷം തികയണ അന്ന് ഈ സീഡ് മുളച്ച് നോക്കി നിൽക്കെ തന്നെ അത് വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. നോൺ സ്റ്റോപ്പ് ആയിട്ട് വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഈ ചൈനീസ് ബാംബു. ഇതങ്ങ് വലുതായി അങ്ങ് ആകാശം മുട്ടി. അപ്പൊ എല്ലാവരും അതിശയിച്ചു. ഈ സ്റ്റോറി മുമ്പേ ഉള്ളതാണ്. സ്റ്റോറി മുമ്പേ ഉള്ളതായിക്കോട്ടെ സാറേ, ഇനിയിപ്പോ എന്തേ പുതുതായിട്ട് വന്നിട്ട് മെമ്പേഴ്സ് സ്റ്റോറി കേൾക്കാത്തവര് കേൾക്കട്ടെ. നമ്മളെല്ലാവരും പല കഥകളിലൂടെയല്ലേ നമ്മൾ പഠിക്കണേ. സ്റ്റോറി കേൾക്കാത്തല്ലോ ഈ ലോകത്ത് എല്ലാ കഥകളും അറിഞ്ഞ ആരെങ്കിലും ഉണ്ടോ? എല്ലാ കഥകളും അറിഞ്ഞ ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഈ ബാമ്പും ഇതങ്ങോട്ട് ആകാശം മുട്ടേ വളർന്നു. അപ്പൊ എന്തുണ്ടായി? അപ്പൊ കണ്ടു നിൽക്കുന്നവർക്കൊക്കെ അതിശയം. ഞാൻ പറഞ്ഞു വന്ന് ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാനാണ് ഈ കഥ പറഞ്ഞത്. ഈ 3 കൊല്ലം ഈ സീഡ് എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ 3 കൊല്ലം ഈ സീഡ് അതിന്റെ വേരുകളെ അതിന്റെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കൊണ്ടിരുന്നു. വേരുകളെ ഭൂമിയിലോട്ട് ആഴ്ത്തിക്കൊണ്ട് ആ വേരുകൾ അങ്ങോട്ട് ഫ്ലഡ് വന്ന ബാമ്പു വീഴാൻ പാടില്ല, അതവിടെ പിടിച്ചു നിൽക്കണം അല്ലേ? അപ്പൊ അത് അതിന്റെ വേരുകളെ അങ്ങ് ഭൂമിയിലോട്ട് ആഴ്ത്തി നല്ല ശക്തി പ്രാപിച്ചു ഈ 3 കൊല്ലം. എന്നിട്ടാണ് അത് മുകളിലോട്ട് വളർന്നത്. അപ്പൊ അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. തന്നെ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക. ആരൊക്കെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ അതന്നെ ചെയ്തുകൊണ്ടിരിക്കുക, അതന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യുക. ടീം നിങ്ങൾക്ക് സെറ്റ് ആവുക തന്നെ ചെയ്യും. ഓക്കെ, ഒരു നാൾ നിങ്ങളെ എല്ലാവരും അതിശയിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ആവും. ഇപ്പൊ ആദ്യത്തെ 1 മാസം എന്ന് പറയുന്നത് എനിക്ക് ഇതിനാകെ ഇൻകം കിട്ടി. പിന്നത്തെ മാസം അത് 60,000. അപ്പൊ അടുത്ത 1 മാസം ഞാൻ എന്തെങ്കിലും ഒരു 1.5 lakh എങ്കിലും അടുത്ത ഈ 1 മാസം എന്തായാലും ഞാൻ ഇതില് ഒരു 1.5 ലക്ഷം രൂപയിൽ, അടുത്ത ഫെബ്രുവരി ആകുമ്പോഴേക്കും 1.5 ലക്ഷം രൂപയിൽ എന്തായാലും ഞാൻ ഇതിന് മേടിച്ചിട്ട് തന്നെ ഇരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു ദൃഢനിശ്ചയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അപ്പൊ നമുക്ക് നല്ലൊരു അവസരമാണ്, ദൈവമായിട്ട് കൊണ്ടുതന്ന അവസരമാണിത്. അപ്പൊ എല്ലാവരും ഈ അവസരം ഉപയോഗിക്കാം. നമുക്ക് എല്ലാവർക്കും ജീവിതത്തില് നല്ല രീതിയിൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഈ ഒരു എപെക്സ് എന്നൊരു അവസരം ഈ ഒരു 2025 നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു സാമ്പത്തിക വിജയം നമുക്ക് ഈ എപെക്സ് ടോക്കണിലൂടെ നിങ്ങൾക്ക് നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താണ്. അപ്പൊ ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. പിന്നെ എന്റെ ഒരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു തൃശ്ശൂരുകാരിയാണ്. ആ ഒരു തൃശ്ശൂര് സ്ലാങ് എനിക്ക് വരുള്ളൂ. ഭയങ്കര ഫാസ്റ്റ് ആയിട്ടും സംസാരമൊക്കെ. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഇനിയിപ്പോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അടുത്തോ അല്ലെങ്കിൽ ഇപ്പൊ മാസ്റ്റർ ടീം മാസ്റ്ററിനോടോ അല്ലെങ്കിൽ നജാബ് സാറിനോട് ചോദിക്കും. നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം എല്ലാ ഡൗട്ടും നിങ്ങൾ ക്ലിയർ ആക്കി വെക്കണം. ഓക്കെ, അപ്പൊ ഇനി ഈ പ്ലാൻ ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഇനി ഒരു മോഡിഫിക്കേഷൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കും. അപ്പൊ അടുത്ത മീറ്റിംഗിൽ നമുക്ക് ഇതിനേക്കാൾ നമുക്ക് സൂപ്പർ ആക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും നെഗറ്റീവുകളെല്ലാം മാറ്റി വെച്ചിട്ട് കിട്ടിയ അവസരം ഉപയോഗിക്കുക. എല്ലാവർക്കും ജീവിതത്തിൽ നല്ലൊരു സക്സസ് ഉണ്ടാകട്ടെ. ഓക്കെ, ഞാന് മൈക്ക് റഷീദ് മാസ്റ്റർക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. മാഷ് കണ്ടിന്യൂ ചെയ്തു. താങ്ക് യു. അടിപൊളി. പല പോയിന്റ്സുകളും പറഞ്ഞു കേട്ടോ. നിങ്ങൾ മീറ്റിംഗ് എത്ര ആളെ ശ്രദ്ധിച്ചു സശ്രദ്ധ എനിക്കറിയില്ല. ഞാൻ ഓൾറെഡി 24 വർഷമായിട്ട് നെറ്റ്വർക്ക് ചെയ്യുന്ന ആളാ. എനിക്ക് തന്നെ പല പോയിന്റ്സ് അതിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. മനസ്സിലായി. താങ്ക് യു മാഡം. very ഉഷാറായിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ഇടക്കിടക്ക് വന്നാണ് പ്ലാന് പറയണം കേട്ടോ. നമുക്ക് കൂടുതൽ അറിവുകൾ നേടാനും പറ്റും, നമുക്ക് പേടിയൊക്കെ മാറി കിട്ടാൻ പറ്റും. നിങ്ങൾ എത്ര ആൾ ശ്രദ്ധിച്ചു? അവർ പല പോയിന്റ്സുകൾ അവർ പറഞ്ഞു. നിങ്ങളെല്ലാവരും മനസ്സിലാക്കി. നമ്മൾക്ക് എത്ര കഴിവുകളുണ്ട് നമുക്കൊക്കെ. അതിനൊരു കാരണമുണ്ട്. അവർ പല കാര്യങ്ങളും പറഞ്ഞു. ഞാൻ അവരെ 1000 പ്രാവശ്യം അപ്രിഷിയേറ്റ് ചെയ്യാണ്.
ഞാൻ അവരെ വിളിച്ചു പറഞ്ഞതല്ല, നിങ്ങൾ പ്ലാൻ പറയണം. അവർ എന്നോട് താങ്ക് യു. ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാ. എന്റെ പെങ്ങളെ എന്റെ സിസ്റ്ററെ ഞാൻ വളരെയധികം അപ്രിഷിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്തൊക്കെ എനിക്ക് പലതും പറഞ്ഞു തന്ന ഒരാളായിരുന്നു അവര്. അതോ ഞാൻ പറയാം, നമ്മൾ ചിലപ്പോൾ വളരെ വിവരമുള്ള ആളുകളായിരിക്കും, പക്ഷെ നമുക്ക് ചിലപ്പം ഒന്നും അറിയാത്ത ആളുകളിൽ നിന്നും അവരുടെ അനുഭവത്തിൽ നിന്ന് പല അറിവുകളും നമുക്ക് കിട്ടും. അത് മനസ്സിലാക്കണം. എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ ഈ ബിസിനസ്സിൽ വന്ന ഉടനെ എനിക്ക് പലതും തരുന്നവർ എന്തറിയോ, ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ യൂട്യൂബിൽ വീഡിയോ ഉണ്ടാവും. ആ യൂട്യൂബിൽ വീഡിയോയില് ആ കക്ഷിന് നമ്പർ ഉണ്ടാവും, ആ യൂട്യൂബ് ചെയ്ത നമ്പർ ഉണ്ടാവും. അപ്പൊ എന്നോട് പറയും, മാഷെ നിങ്ങൾ ആ വീഡിയോ ഇട്ട് കൊടുക്കരുത്, അതിൽ അയാളെ നമ്പർ ഉണ്ട്, അപ്പൊ ഈ കക്ഷി നിങ്ങൾ ഈ ലിങ്ക് കൊടുക്കുന്ന വ്യക്തി അയാളെ വിളിച്ച് അയാളെ കൂടെ ജോയിൻ ചെയ്യും. എന്നോട് പറഞ്ഞു തന്നതാ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി. അതാണ് ഞാനത് ഉൾക്കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാ നമുക്ക് ഇപ്പൊ എന്നേക്കാൾ കൂടുതൽ അറിവുള്ള ഒരു പക്ഷത്തിലുണ്ടാവാം, പക്ഷെ എല്ലാരും അറിവുകളും കൂടുമ്പോ വലിയ അറിവാവൂലേ. ഇവിടെ എന്താ പ്രശ്നം അറിയങ്ങള്, ഇവിടെ പല ബിസിനസ്സിൽ നമ്മൾ പരാജയപ്പെട്ടു, തോറ്റു, അല്ലെങ്കിൽ അവിടെ എന്തായി, ബ്ലോക്കായി ബിസിനസ്, അല്ലെങ്കിൽ അവിടെ എന്തായി, അവിടെ ഫ്രീസായി. ഈ സമയത്ത് നമ്മൾ എല്ലാം തകർന്നടിഞ്ഞു എന്നാ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ തകർന്നു പോയി, തകർന്നു തരിപ്പണമായി എന്ന് കരുതുന്ന സമയത്തും എന്തെങ്കിലും ചെയ്യണം, എനിക്ക് രക്ഷപ്പെടണം എന്നൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാ. എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലേ. ഞാനിതിന്റെ മുമ്പ് ചെയ്ത ബിസിനസ് ഇപ്പോഴും അതങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കറിയാം എല്ലാവർക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ഒരു പരിധി വരെയൊക്കെ വെയിറ്റ് ചെയ്തു, പിന്നെ നമ്മൾ ബിസിനസ് ഏറ്റെടുത്തു. അപെക്സ് നമ്മൾ വളരെ ഉഷാറായി പോകുന്നു. ഞാൻ ഫസ്റ്റ് മാസത്തിൽ തന്നെ 1.5 ലക്ഷം രൂപയാണ് അപെക്സ് നിന്ന് വാങ്ങിയത്. 1.5. ഈ ഡിസംബർ മാസത്തിൽ ഞാൻ വാങ്ങിയത് 2 ലക്ഷം രൂപയാണ്. അടുത്ത ഈ ജനുവരി മാസത്തിൽ ഞാൻ സെറ്റ് ചെയ്ത ഗോള് 3 ലക്ഷം രൂപയാണ്. കണ്ടോ, അവര് നമ്മോട് പല കാര്യങ്ങളും ഊന്നി പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, അവര് ലേഡിയാണ്, അവർക്കൊക്കെ പോവാനും വരാനും ഒക്കെ ഒരു പരിധികളും പരിമിതികളും ഉണ്ട് സുഹൃത്തുക്കളെ. നമുക്കൊക്കെ എന്ത് പരിധിയും പരിമിതികളാണുള്ളത്. ഓരോ കണ്ടങ്ങള് ഓരോ മനസ്സിന്റെ ഉള്ളിൽ കണ്ടവർ പറയുന്ന കണ്ടങ്ങള്, അവർ ഇത്ര വാങ്ങി, ഞാൻ ഇത്ര വാങ്ങണം എനിക്ക്, നമ്മളെ പലതും അവരെ പഠിപ്പിച്ചു തരികയാണ് അല്ലേ. ഒരു ടീം ബിൽഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തായിരിക്കണം നിങ്ങളെ ഫോക്കസ്, അതാണ് അവർ ഊന്നി പറഞ്ഞത്. നിങ്ങൾ എന്തായിരിക്കണം, ചെയ്യുന്ന ബിസിനസ് ഡെഡിക്കേറ്റ് ആയി ചെയ്ത് കൊണ്ടിരിക്കണം. നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് പിന്നോട്ട് പോകാൻ പാടില്ല. ട്രൈ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ചെയ്തുകൊണ്ടേയിരിക്കുക. ദൈവം നിങ്ങളെ ഈ ഭൂമി അല്ലെങ്കിൽ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് സപ്പോർട്ടായി വരും എന്നാണ് അവർ ആണയിട്ട് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കൂ. അപ്പൊ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യല്ല, പിന്തിരിഞ്ഞോടാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ കൊച്ചു കുട്ടികളായ സമയത്ത് എത്ര പ്രാവശ്യം നമ്മൾ വീണു അല്ലേ. നമ്മൾ വീണ സമയത്ത് നമ്മുടെ അമ്മ ഓടി വരും, നമ്മൾ വീണിട്ട് കരയും അല്ലേ. ആ കരയുന്ന സമയത്ത് അമ്മ വന്ന് നമ്മളെ സമാധാനിപ്പിക്കും അല്ലേ. ചില അമ്മമാരെന്ത് ചെയ്യും, നിലത്തൊരു അടി കൊടുക്കും. എന്തിനാണ്, ആ കൊച്ചിനെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി. നീ എന്റെ കുട്ടീനെ ഒന്ന് വീഴി ചോദിച്ചിട്ട് അടി കൊടുക്കും അല്ലേ. എന്നിട്ട് ആ കുട്ടിയെ എണീപ്പിക്കും, ആ കുട്ടി വീണ്ടും നടക്കുന്നു, കുട്ടി വീഴുന്നു, അപ്പോഴും അമ്മ ഓടി വരും. അങ്ങനെ നമ്മൾ എത്ര പ്രാവശ്യം വീണു സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആരെങ്കിലും നമ്മോട് അമ്മ പറഞ്ഞു, ഇനി മോൻ നടക്കണ്ട കേട്ടോ, അല്ലെങ്കിൽ മോള് നടക്കണ്ടെന്ന് പറഞ്ഞോ? ഇല്ല. നമുക്കൊക്കെ എന്താ പ്രശ്നം, നമ്മളെ പിള്ളേരെന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, അവിടെ പോകണ്ട, ഇവിടെ പോകണ്ട എന്ന് പറയും. അങ്ങനെ പറയാൻ പാടില്ല എന്ന്. ഒരു കൊച്ചു ഒരു പൊക്കല സ്ഥലത്ത് കയറും, അവൻ കയറിക്കോട്ടെ, അവൻ ചിലപ്പോ വീണോട്ടെ. മനസ്സിലായോ? അപ്പൊ നമ്മൾ എല്ലാത്തിനും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പരിധി കൊടുക്കാൻ പാടില്ല. അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാണ്. അതായത് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആദ്യത്തില് വഴി ദുർഘടമായിരിക്കും. ഇപ്പൊ ഞങ്ങളൊക്കെ ഈ പ്രോഗ്രാമിലേക്ക് വന്ന് വലിയ ഇൻകം വാങ്ങുന്നത് എഫേർട്ട് എടുത്തിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി,
എന്റെ മുമ്പ് 1 വർഷം മുമ്പ് അല്ലെങ്കിൽ 1.25 വർഷം മുമ്പൊക്കെ അല്ലെങ്കിൽ 8 മാസം മുമ്പ് 6 മാസം മുമ്പൊക്കെ അപെക്സിൽ വന്ന പല ലീഡേഴ്സിനും എനിക്കറിയാം, പല വ്യക്തിത്വങ്ങളെ എനിക്കറിയാം. ഓരോന്നും ഈ എമൗണ്ട് വാങ്ങിയിട്ടില്ല. ഇന്നും ഒരാള് എനിക്കറിയില്ല, അയാൾ അസൂയപ്പെട്ട് പറഞ്ഞ സന്തോഷം കൊണ്ട് പറഞ്ഞ എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് വലിയ വരുമാനം വാങ്ങുന്നില്ല മാഷെ. എന്താ നമ്മൾ വെറുതെ കാര്യം വാങ്ങുന്നില്ല, നമ്മൾ എഫേർട്ട് എടുക്കുകയാണ്. ഞാൻ എന്റെ കാര്യം പറയാ. ഞാൻ കാലത്ത് പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു 6:30-7 മണിക്ക് പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാന് ഒന്ന് നാസ്ത കഴിച്ച് 12:30-1 മണി വരെ ഞാൻ ഈ ബിസിനസ്സിലാണുള്ളത്. ഞാൻ എന്റെ വീട്ടിലിരുന്ന് കണ്ട് മെസ്സേജ് കൊടുക്കുക, വോയിസ് കൊടുക്കുക, എഴുതി വെക്കുക, വീഡിയോസുകൾ ചെയ്യുക. ഇതാണ്. ഇപ്പൊ ഇന്നലെ നിങ്ങൾക്കറിയാം, ഇന്നലെ ഞാൻ ഈ പ്രോഗ്രാം അവസാനിച്ചുല്ലേ. നമ്മളെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എനിക്ക് ഗൾഫിൽ നിന്ന് ഒരു കോള് വന്നു. കോൾ എടുക്കാൻ എനിക്ക് കഴിയാത്തതുകൊണ്ട് അയാൾ വോയിസും മെസ്സേജും എനിക്ക് അയച്ചു. മാഷെ, ഞാൻ നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. മാഷ മുമ്പത്തെ ബിസിനസ്സിന് എനിക്ക് പരിചയമുണ്ട്. ഞാൻ അയാളെ അറിയില്ല കേട്ടോ, സത്യം പറയാം. അയാൾ ഈ പ്രോഗ്രാം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. സോറി. അപ്പൊ അയാൾ എനിക്ക് മെസ്സേജ് അയച്ചു ഗൾഫിൽ നിന്ന്, മാഷെ ഞാൻ നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, അപെക്സിൽ നിങ്ങൾ എനിക്കൊരു ഇടം തരണം, എനിക്ക് അപെക്സിൽ ഐഡി അടിച്ചു തരണം. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, നിങ്ങളെ പേരും മൊബൈൽ നമ്പറും മെയിൽ ഐഡി എനിക്ക് അയച്ചു തന്നോളൂ, ഞാൻ ഇപ്പൊ ഐഡി അടിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു മാഷ് എന്താ ഐഡി അടിച്ചു. അപ്പൊ ഞാൻ ഐഡി അടിച്ച് വിട്ടുകൊടുത്തു. ആ ഉടനെ തന്നെ അദ്ദേഹം എനിക്ക് 9,000 രൂപ അയച്ചു തന്നു. 100 USDT ചെയ്തു. അയാൾ ടെസ്റ്റ് അടിക്കാൻ വന്നതാ. നോക്കുമ്പോ അയാൾ എവിടെയാ കൊണ്ടോട്ടില്ല. ഞാൻ അയാളെ അറിയില്ല, ഞാൻ ജന്മത്തിനെ കണ്ടിട്ട് പോലില്ല. അപ്പൊ നിങ്ങൾ പ്രോഗ്രാം നടത്താൻ മുന്നോട്ട് വന്നാലേ, അതുപോലെ യൂട്യൂബ് വീഡിയോസും അതുപോലെ പിന്നെ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യ്. അപ്പൊ നിങ്ങളെ കൂടെ ആളുകൾ വരും, നിങ്ങളെ വിളിച്ചു വരും ആളുകള്. അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ത് അപെക്സിലുള്ളത്. അപ്പൊ എനിക്ക് ഞാൻ എന്റെ കാര്യം പറയാം. ഞാൻ ഇന്നലെ കൊണ്ട് പറഞ്ഞു, എല്ലാവരുടെ പ്രോബ്ലംസും തീർന്നിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇനിയും നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഐഡികളിൽ ഇൻകം കമ്മി ഉണ്ടെങ്കിൽ ആ വിവരം നിങ്ങളെ ലീഡറെ അറിയിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കസ്റ്റമർ കെയറിനെ അറിയിക്കുക, നമുക്ക് പരിഹരിച്ചു തരും. എന്റെ ഐഡിയയിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് അത് അപെക്സിന്റെ കസ്റ്റമർ കെയർ പരിഹരിച്ചു തന്നിട്ടുണ്ട്, അൻവർ സാറ് പരിഹരിച്ചു തന്നിട്ടുണ്ട്. ഇന്നിപ്പം ഒരു 6 മണിക്ക് ശേഷം ഒരു ലേഡി എനിക്കൊരു കമ്പനി വിട്ടിട്ടുണ്ട്. നമ്മളെ ഗൾഫിലുള്ള ബൈജു സാറിന്റെ അമ്മ. ആ അമ്മന്റെ ഒരു 2 ഐഡിയിൽ എന്തോ ഇൻകം കമ്മി ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്ത് പ്രോബ്ലംസ് ഉണ്ടോ നമ്മളെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടാൻ നജാബ് സാറും റഷീദ് അലി മാസ്റ്ററും സൈരാഗും ജിനു സാറും വേണം നിർബന്ധമൊന്നുമില്ല. ആർക്കും നിങ്ങൾക്ക് കസ്റ്റമർ കെയർ നമ്പർ വാങ്ങിയിട്ട് ബന്ധപ്പെടാം. ഒരു വോയിസ് അയച്ചാൽ മതി. എന്താ നിങ്ങളെ കംപ്ലൈന്റ്, ഒന്നെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വോയിസിൽ പറയാ, നിങ്ങൾ ID നമ്പറും കൊടുക്കുക, തീർത്തു തരും. ഇപ്പൊ എല്ലാരും പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ ലീഡേഴ്സിനോട് പറഞ്ഞിട്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ നിങ്ങൾ ഡെഡിക്കേറ്റ് ആയിരിക്കണം. നിങ്ങൾ എപ്പോഴും ബിസിനസ്സിലുണ്ട്, എപ്പോഴെങ്കിലും ഒഴിവുണ്ടാണ് സമയത്ത് ചെയ്യാന്നുള്ളതല്ല. അതുപോലെ ഇന്നൊക്കെ ഞാൻ എന്റെ ഗ്രൂപ്പിൽ വളരെ ധാർഷ്ട്യത്തോടു കൂടി സംസാരിച്ചിട്ടുണ്ട്. എന്താ കാര്യം, നിങ്ങൾ ചില വ്യക്തികളുണ്ട് ഗ്രൂപ്പ് നോക്കൂല കേട്ടോ. ഒരു മെസ്സേജ് ഇട്ട് അവർ കാണൂല, ഒരു വോയിസ് അവർ കേൾക്കൂല, ഒരു യൂട്യൂബ് ലിങ്ക് ഇട്ടാൽ അവർ കാണൂല. എന്നിട്ട് പിന്നെ അവർ പേഴ്സണലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമ്പോൾ നമ്മോട് വന്ന് ചോദിക്കൂര്. അതെനിക്ക് ഇഷ്ടമല്ല. ഒന്നുകിൽ നമ്മളെ ഗ്രൂപ്പ്, നമ്മളെ ബിസിനസ് ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ടില്ലല്ലോ അല്ലേ. പക്ഷെ നിങ്ങൾക്ക് എന്തായോ 4,500 റുപ്യ മുടക്കിയപ്പോ അല്ലെങ്കിൽ 9,000 റുപ്യ മുടക്കിയപ്പോഴേ നിങ്ങൾ അതിനെ നിസ്സാരമായി കണ്ടിരിക്കുക സുഹൃത്തുക്കളെ. 9,000 രൂപ ചെയ്തവർ നിങ്ങൾ 9 കോടിയാണ് മുടക്കിയെന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ 4,500 റുപ്യ കൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തി ഞാൻ 4,500 കോടിയാണ് മുടക്കിയെന്ന് മനസ്സിലാക്കി നോക്കിയേ. നിങ്ങൾ ഇരിക്കൂല, നിങ്ങൾ ഉറങ്ങൂല. ഞാൻ രാത്രി 12 മണിക്ക് കിടന്നാലേ 2:30 മണിക്ക് 3:30 മണിക്ക് ഞാൻ ഉണരുകയാണ്. ഞാൻ കാലത്ത് 3:50 4 മണിക്ക് എഴുന്നേൽക്കുന്ന വ്യക്തിയാണ്, രാത്രി 12 മണിക്കാണ് കിടക്കുന്നത്. അത് എന്റെ മുമ്പത്തെ ബിസിനസ്സിൽ എന്റെ MD സാർ എന്നെ പഠിപ്പിച്ചതാ. ഞാൻ തുടർന്നുകൊണ്ടേ ഇരിക്കപ്പോഴും ഞാൻ ആ മനുഷ്യനെ എപ്പോഴും വന്നിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങൾ ഡെഡിക്കേറ്റ് ആവണം. നിങ്ങൾക്കൊരു ഗോള് വേണം. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ഗോള് ഈ മാസം 3 ലക്ഷം വാങ്ങുന്നില്ലതാ.
ആ ഗോളിലേക്കുള്ള കഠിനമായ പ്രയത്നം ചെയ്യുക. പ്രയത്നിക്കാൻ അവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ 4500 അല്ലെങ്കിൽ 9000 അല്ലെങ്കിൽ 1,00,000 മുടക്കിയപ്പോ നിങ്ങൾ നിസ്സാരമായി കണ്ടതിനെ അതിന് വലിയ സംഖ്യയ്ക്ക് കാണൂ. നിങ്ങൾ ഡെഡിക്കേറ്റ് ആയി വർക്ക് ചെയ്യും. നിങ്ങളൊരു ബിസിനസ്സിലാണുള്ളത്. ഇങ്ങനത്തെ ഒരു അവസരം ഇനി നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞു, ദൈവം തമ്പുരാന്റെ ഭൂമിയിൽ വേറെ കിട്ടാല്ല. അപെക്സ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന് എല്ലാ മാസവും ഒരു 25,000 50,000 കൊടുക്കാൻ കഴിയുമോ? കഴിയില്ല. അപ്പൊ നിങ്ങൾ അവരെ സഹായിക്കണമെങ്കിൽ ഒരു 9,000 രൂപ കൊടുക്കൂ. ഞാൻ പറയാം, എന്റെ നാട്ടിൽ എന്റെ പല ആളുകൾ വരാറുണ്ട് എന്റെ അടുത്ത്. എന്തിനറിയോ? പിരിവും ചോദിച്ച് കളക്ഷന്. ആരൊക്കെ പറയാ? പാലിയേറ്റീവ് വരും. പാലിയേറ്റീവ് കുറെ ക്ലബുകൾ വരും. ഫുട്ബോളിന്റെ കാലാണല്ലോ. മലപ്പുറം പ്രത്യേകിച്ചും പ്രാന്തന്മാരെ നാടാണ്. ഫുട്ബോൾ പ്രാന്തന്മാരെ നാടാ മലപ്പുറം. അപ്പൊ ഇങ്ങനെ വരും. അതുപോലെ പല കമ്പനികളും, അതുപോലെ തന്നെ ഈ കുടുംബശ്രീ, ഇങ്ങനെ വരും. പലരും വരും, പലതിനും. അതുപോലെ പാവങ്ങളെ സഹായിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇന്റെ അടുത്ത് പലരും പറയും. ഞാൻ കൊടുക്കാറുണ്ട്. വേറെ കാര്യം, ഞാൻ കൊടുക്കുന്നത് പറയാൻ വന്നതല്ല അങ്ങോട്ട്. ഞാൻ അവരോട് എന്താ പറയാ, ഞാൻ കൊടുക്കുന്നിട്ട് അവരോട് പറയും, നിങ്ങൾ ആ കുടുംബശ്രീ അല്ലെങ്കിൽ നിങ്ങൾ ആ പാലിയേറ്റീവിന് ഒരു 500 1000 ഞാൻ തരും, അല്ലെങ്കിൽ 200 300 തരും. ശരി, അതല്ല. നിങ്ങൾ പാലിയേറ്റീവിൽ എത്ര പേരുണ്ട്? 10 ആളുണ്ടോ? നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യും? ഒരു 9,000 രൂപ മുടക്കൂ. ഞാൻ അവരോട് പറഞ്ഞത് അതാണ്. അല്ലെങ്കിൽ ഇവിടെ ക്ലബുകൾ എന്തുണ്ട്? ഇവിടെ ബിരിയാണി ചലഞ്ച്, അങ്ങനെ പല ചലഞ്ചുകൾ നടത്തിയിട്ട് പാവങ്ങൾക്ക് ഭക്ഷണ കിറ്റുകള്, രോഗികൾക്ക് മരുന്ന് വാങ്ങി കൊടുക്കുന്നുണ്ട്. അവരോടൊക്കെ ഞാൻ എന്താ പറയാ നിങ്ങള്? ഞാൻ പറയാം, നിങ്ങളൊരു 9,000 10 ആള് മുടക്കിയും, നിങ്ങൾ 10 പേര് 9,000 മുടക്കിയ രൂപ എത്രയായി? എന്നാൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിന്റെ 10 മടങ്ങിൽ നിങ്ങൾക്ക് ഈ സാന്ത്വന പ്രവർത്തനം ചെയ്യാൻ കഴിയും. ആലോചിച്ച് നോക്ക് നിങ്ങള്. അപ്പൊ നിങ്ങളടുത്ത് പിരിവിന് വരുന്നവർ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ ഒരു അപെക്സ് ബിസിനസ് ഉണ്ട്, ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ എന്റെ നാട്ടിൽ ഒരു ധർമ്മസ്ഥാപനം ഉണ്ട് കേട്ടോ. അവരറിയുമ്പോലും ഇല്ല. ഞാൻ ആ ധർമ്മസ്ഥാപനത്തിന് വേണ്ടി ഒരു ഐഡി ക്രിയേഷൻ ചെയ്തിട്ടുണ്ട്. ഒരു 9,000 രൂപ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. എന്റെ ക്യാഷ് കേട്ടോ. ഞാൻ ചെയ്യാത്ത ഒരു കാര്യം ജനങ്ങളോട് പറയില്ല. എന്തറിയോ? എന്റെ പരിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ എന്നെ പഠിപ്പിച്ചത്, എടോ നീ ചെയ്യാത്തതൊന്നും ജനങ്ങളോട് പറയണ്ടെന്നോ. അപ്പൊ ഞാൻ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ആരോടും പറയാറില്ല. അപ്പൊ ഞാൻ ആ ധർമ്മസ്ഥാപനത്തിന് വേണ്ടി ഒരു 9,000 മുടക്കി. അവര് ആരും അറിയില്ല കേട്ടോ. എന്റെ ഒരു മോന്റെ മെയിൽ ഐഡി ഞാൻ അതിൽ കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കിയ, ഒരു 365 ദിവസം കഴിയുമ്പോൾ ആ സ്ഥാപനത്തെ എത്ര രൂപ എനിക്ക് കൊടുക്കാൻ കഴിയും? അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതേപോലെ നിങ്ങൾ ഈ പാലിയേറ്റീവുകാരോട് പറയൂ, ഈ ക്ലബുകാരോട് പറയൂ, ഇങ്ങനെ ഞങ്ങളൊക്കെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, നല്ല വരുമാനം കിട്ടുന്നുണ്ട്, ഒരു 9,000 ഓരോ വ്യക്തികളും മുടക്കിയാല് നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങൾ ചെയ്യാൻ കഴിയും ഈ നാട്ടില്, അല്ലേ? അപ്പൊ അവസരത്തെ ഞാനതാ എപ്പോഴും പറയാറ്. ഇവിടെ ഇന്ന് ലോകത്ത് സക്സസ് ആയ ആളുകള് എല്ലാവരും, പല ആളുകളും വിജയിച്ചിട്ടുണ്ടല്ലേ? അവരെന്താ ചെയ്തത്? അവർ ചെയ്തത് ഒറ്റ കാര്യം, എല്ലാവരും ചെയ്ത ഒരു കാര്യ. പക്ഷെ എന്താണ്? ഓരോരുത്തരും ആ ഒരു കാര്യത്തെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്തു. ആ വ്യത്യസ്തമായ രീതിയിൽ ചെയ്തത് കൊണ്ടാണ് അവരൊക്കെ രക്ഷപ്പെട്ടത്. അപ്പൊ ഇവിടെ ഇന്ന് അപെക്സിലൊക്കെ വലിയ വലിയ ഏർണിങ്സ് വലിയ വലിയ ഇൻകം വാങ്ങുന്നവരുണ്ട്. അപ്പൊ അവർ എഫേർട്ട് എടുത്തിട്ടാണ് ഇതൊക്കെ വാങ്ങുന്നതും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും, നമ്മളൊക്കെ ചെയ്യുന്ന അപെക്സാ. ചിലർക്ക് 2 ലക്ഷം, ചിലർക്ക് 1 ലക്ഷം, ചിലർക്ക് 5 ലക്ഷം, ചിലർക്ക് 6 ലക്ഷം കിട്ടുന്നതിന് എന്താ കാരണം? എല്ലാവരും വ്യത്യസ്ത രീതി. പക്ഷെ ഞാൻ തുറന്ന പുസ്തക. ഞാൻ എന്റെ ഐഡിയ എല്ലാവരോടും ഷെയർ ചെയ്യും. എനിക്ക് അങ്ങനെ ടീമൊന്നും പറയണ്ട. എനിക്ക് ടീമില്ല എന്നല്ല, ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു 85ഓളം ആളുകളെ ഡയറക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ. ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ച എന്റെ സ്വഭാവം എന്താ? നിങ്ങള് അതിനെ പറ്റി നല്ലോണം പഠിക്കും. ഞാൻ അപെക്സിന് 6 മാസം പഠിച്ചു. എന്നിട്ട് ഞാൻ അപെക്സിൽ ഐഡിയ അടിച്ചത്, അപെക്സിൽ ചെയ്യാൻ വന്നിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ചെയ്യാൻ തീരുമാനിച്ച ഫാസ്റ്റായിട്ട് ചെയ്യും. അതിന്റെ ലീഡർ നജാഫ് സാറിന് ചോദിച്ചാൽ മതി. ഞാനൊരു കാര്യം തീരുമാനിച്ചാലേ പിന്നെ അവിടെ ആമാന്തിച്ച് നിൽക്കൂല. വേണോ വേണ്ടേ ഇല്ല, ഞാൻ ഫാസ്റ്റായിട്ട് ചെയ്യും. അതിന് വേണ്ട എല്ലാ ടെക്നിക്കുകളും ഐഡിയാസും ഞാൻ ഉപയോഗിക്കും. ഞാൻ അതുകൊണ്ടാണ് എന്റെ ഐഡിയ നിങ്ങളോട് പറയുന്നത്. നിങ്ങളൊക്കെ ചെയ്തോളിയും. നിങ്ങളൊക്കെ ചെയ്ത് നാളെ രക്ഷപ്പെട്ട നിങ്ങളുടെ കുടുംബത്തിന്റെയും
ഒരു പ്രാർത്ഥന എനിക്കുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവനാ ഞാന്. എനിക്ക് സുഖമില്ലായിട്ട് ഞാൻ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? നിങ്ങൾ ഒരു കുടുംബത്തിൽ രക്ഷപ്പെട്ടാൽ, നിങ്ങൾ ഒരാൾ രക്ഷപ്പെട്ടാൽ എനിക്ക് എന്ത് മതി? നിങ്ങളെ കുടുംബത്തിലെ പ്രാർത്ഥന മതി. അത് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരാളെ ഒരു ചായ, ഒരു കട്ടൻ ചായ, ഒരു ജ്യൂസോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെല്ലാവരും രക്ഷപ്പെടും. ഇവിടെ എല്ലാവർക്കും ഫിനാൻഷ്യൽ ഫ്രീഡം വേണം. നമ്മളെ മക്കളെ, ഭാര്യ മക്കളെ ഒരു ടെക്സ്റ്റൈൽസ്, ഒരു ഷോപ്പിക്ക് നമ്മൾ കൊണ്ടുപോയാൽ വില നോക്കാതെ അവർക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് എല്ലാവരും. നമ്മൾ ഈ പ്രാരാബ്ദവും വിഷമങ്ങളും ഫിനാൻഷ്യൽ ക്രൈസിസും പറഞ്ഞിരിക്കേണ്ടവരല്ല നമ്മള്. ഇവിടെ എല്ലാ ബിസിനസ്സിനും ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട് കേട്ടോ. ഫിനാൻഷ്യൽ ക്രൈസിസ് ഇല്ലാത്ത ഒരു ബിസിനസ്സും ഇല്ല. ഒരു കയറ്റം ഉണ്ടാവും, ഒരു ഇറക്കം ഉണ്ടാവും. ഒരിറക്കം ഉണ്ടാവുമ്പോ ഒരു കയറ്റം ഉണ്ടാവും. എന്നും നമ്മൾ എന്തണ്ട തകർന്നു പോകില്ല, എന്നും പരാജയത്തിനുണ്ടാവില്ല. അത് കൂടുതൽ ക്യാഷ് കിട്ടുമ്പോൾ നമ്മൾ ആരും അഹങ്കരിക്കണ്ട, കുറഞ്ഞു പോകുമ്പോൾ ദുഃഖിക്കും വേണ്ട കേട്ടോ. നമ്മൾ കൂടുതൽ ക്യാഷ് കിട്ടുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്ത് ദൈവത്തോട് കൂടുതൽ അടുത്ത് പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ലെവലിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് മതിയല്ലോ ഇല്ലേ? അപ്പൊ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. ഇനിയിപ്പോ ഇന്നലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴും ഇന്ന് എനിക്ക് പല ആളുകൾ വോയിസ് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് അപ്പച്ചനെ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? മുമ്പത്തെ നമ്മളെ കമ്പനി പോലെ ആവുമോ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കല്ലേ. അതൊക്കെ നെഗറ്റീവ് തോട്ട്സുകൾ ഒഴിവാക്കൂ. ഇവിടെ കുറെ നെഗറ്റീവുകൾ കോളേഴ്സ് ഉണ്ട്. അത് യൂട്യൂബേഴ്സ് ആണെങ്കിലും ബ്ലോഗേഴ്സ് പലരും ഉണ്ട്. ഓരോ കഥ, ഓരെന്താ ചെയ്യുന്ന കാര്യങ്ങൾ, ഓരോ ഈ നക്കാപ്പിച്ച വാങ്ങ യൂട്യൂബില് ഇങ്ങനെ നെഗറ്റീവ് വീഡിയോസ് വിട്ട് ആളുകളെ ചൂഷണം ചെയ്തിട്ട് അതിന്റെ ലൈക്കും കമന്റും അല്ലെങ്കിൽ വ്യൂസ് ഉണ്ടാക്കിയിട്ട് അതിന്ന് വാങ്ങി മറ്റുള്ള ആളുകളെ കണ്ണീര് കുടിപ്പിച്ച് ചെയ്യുക. എന്തിനതിന് ചെയ്യുന്നത്? നിങ്ങളത് കാണാൻ പോണ്ട. ഞാൻ പറഞ്ഞ എന്റെ ടീമിനുള്ളതാ. യൂട്യൂബില് പലരും ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ 2 ദിവസമായിട്ട് 3-4 ദിവസമായിട്ട് ചർച്ച എന്താണ് ഇപ്പം? എന്താ ചർച്ച? അൽ മുക്തദിർ എന്നൊരു ഗോൾഡ് മാർക്കറ്റ് അല്ലെ, ഒരു ജ്വല്ലറി, അതിനെ കുറിച്ച് സാദസ്കറിയ. അയാള് യൂട്യൂബ് ഫുൾ ഒരു മനുഷ്യനെ അയാൾ സപ്പോർട്ട് ചെയ്തില്ല. നിങ്ങൾക്ക് അറിയാം അയാളെ അല്ലേ? എന്താ മറുനാടൻ മലയാളിയോ? അയാൾക്ക് വെറും ഈ അസൂയും കുശുമ്പും അയാൾക്ക് അറിയുള്ളൂ. ആരെങ്കിലും കുറച്ച് ക്യാഷ് കൊടുത്താൽ ആ സ്ഥാപനത്തെ അല്ലെങ്കിൽ ആ വ്യക്തിനെ തേജോവധം ചെയ്യും. ഇന്ന് അൽ മുക്തദിറിന്റെ, ഞാൻ അൽ മുക്തദിറില്ല ആളല്ലെന്നല്ല കേട്ടോ, ഞാൻ പറയാം. ഇന്ന് അൽ മുക്തദിറിന്റെ മാനേജിങ് ഡയറക്ടർ അയാൾ ഇന്ന് വന്ന് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. എന്താണ്? കളവ് പ്രചരിപ്പിക്കുക, കല്ല് വെച്ചെന്നാണോ പ്രചരിപ്പിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത്, യൂട്യൂബേഴ്സ് അപ്പെക്സിനും എതിരെ വരും, വന്നിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാങ്ങല്ല മരത്തിലെ കല്ലെറിയുള്ളൂ, മാമ്പഴം ഇല്ലെങ്കിൽ ആരും കല്ലെറിയില്ല അല്ലേ? അപ്പൊ നിങ്ങൾ അപ്പെക്സ് നല്ല പഴുത്ത മാമ്പഴം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വേണോ? വാങ്ങിച്ചോളി. കൊട്ടയിലാ വേണ്ടത്? അതാ ചിരട്ടയിലാ വേണ്ടത് മാമ്പഴം? അതോ വലിയ ലോറിക്കാ കയറ്റേണ്ടത്? ഇത് വലിയൊരു കടലാണ്. ക്രിപ്റ്റോ കറൻസി വലിയൊരു കടലാ. നിങ്ങൾക്ക് സ്പൂണോട് കോരാം കടലിൽ നിന്ന്, ഒരു തവി വെച്ച് കോരാം, ഒരു കോപ്പ വെച്ച് കോരാം, ഒരു ബക്കറ്റിൽ എടുക്കാം, ഒരു കുടത്തിലെടുക്കാം. ഞാന് ടാങ്കർ ലോറി വെച്ച് അടിക്കാൻ തീരുമാനിച്ചിരിക്കുക. നിങ്ങൾ എന്താ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചോളി. ഞാൻ ടാങ്കർ ലോറി വെച്ച് അടിക്കുകയാണ് കേട്ടോ. എന്റെ തീരുമാനം അതാണ്. നിങ്ങൾ കോൾ സെറ്റ് ചെയ്തോളിയും, നിങ്ങളുടെ ഡ്രീം നിങ്ങൾ സെറ്റ് ചെയ്തോളിയും. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ലീഡേഴ്സ് നിങ്ങളെ കൂടുതലുണ്ടാവും കേട്ടോ. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരിക. ഇതേപോലെ മീറ്റിംഗ് എടുക്കാൻ തയ്യാറുള്ളവരൊക്കെ മുന്നോട്ട് വന്നിട്ട് നമുക്ക് മീറ്റിംഗ് നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മള് പിന്നെ ഈ സൂം മീറ്റിംഗ് റെക്കോർഡഡ് ആണ്. അത് നിങ്ങൾക്ക് വരും ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും നമ്മളെ ഗ്രൂപ്പിലൊക്കെ കേട്ടോ. ഇന്നലെ മിനിഞ്ഞാന്ന് കഴിഞ്ഞൊരു യൂട്യൂബൊക്കെ സാറ് ഇട്ടിട്ടുണ്ട്, നജാബ് സാറ്. ഓക്കെ. അപ്പൊ എന്റെ നമ്പർ പലരും ചോദിക്കാറുണ്ട്. നിങ്ങൾ കഴിയുന്ന പരമാവധി നിങ്ങളെ ലീഡേഴ്സ് ബന്ധപ്പെടുക. പിന്നെ നിങ്ങളെ ലീഡേഴ്സ് ഫോൺ എടുക്കുന്നില്ല, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്റെ നമ്പർ നിങ്ങൾ യൂട്യൂബിൽ കയറി നോക്കി എവിടെ നിന്നും കിട്ടും. റഷീദ് അലി മാസ്റ്റർ മഞ്ചേരി നടിച്ചു കൊടുത്ത യൂട്യൂബില് കേട്ടോ. നിങ്ങൾ ആർക്കും എന്റെ നമ്പർ കിട്ടും. ഓക്കെ. എന്റെ നമ്പർ 98
47 28 47 83. ശ്രീരേഖ ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടേ നമ്പർ ഒന്ന്. 98 47 ഒരു മിനിറ്റ് 28 ഒരു മിനിറ്റ് ആ പറഞ്ഞോ. 98 47 ആ 28 28 47 47 83. 83. നിങ്ങൾ ലീഡേഴ്സിനെ കൊണ്ട് കഴിയാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളി. ഞാൻ എനിക്കറിയാത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അത് വിട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ ഞാൻ പറഞ്ഞു തരും. എനിക്ക് അറിയുന്നതൊക്കെ പറയുന്നറിയോ. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും എന്ന് കവി പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്കെല്ലാവരും ഞാൻ എല്ലാവർക്കും പറയണം. അവിടെ എനിക്ക് ടീമൊന്നുമില്ല. അപെക്സ് ഫാമിലിയാ. ശ്രീരേഖ നേരത്തെ പറഞ്ഞില്ല, നമ്മളൊരു ഫാമിലി മെമ്പേഴ്സാ. ഇവിടെ മുഹമ്മദ് എന്നോ ഷിനോദ് എന്നോ അല്ലെങ്കിൽ ഉണ്ടോ, ഷിനോദ് സാറൊക്കെ അബുദാബി പ്രോഗ്രാമിൽ വന്നിരിക്കുന്നത്, സുരേഷ്, ജിനു, ബീന, അങ്ങനെ പലരുണ്ട് അല്ലെ. നമ്മളൊക്കെ ഒരു ഫാമിലി. നമ്മളിവിടെ ബിസിനസ്സിൽ ഒരു ഫാമിലി മെമ്പേഴ്സാ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിജയിക്കാം. നല്ലൊരു അവസര. അപെക്സ് ചെയ്യാൻ കഴിയാത്ത ഒരു മനുഷ്യന് ഇനി ദൈവത്തിന്റെ ഭൂമിയിൽ ഒരു ബിസിനസ്സും ചെയ്യാൻ കഴിയില്ല. നിങ്ങളൊരാളെ ബിസിനസ് കൊണ്ടുവരുന്നില്ലെങ്കിലും നിങ്ങളൊരു ഇൻവെസ്റ്റർ ആയിക്കോളി. നിങ്ങൾക്കില്ല എമൗണ്ട് ഫുള്ള് ഇടണമെന്ന് ഞാൻ പറയില്ല. 1 ലക്ഷം കഴിയോ, 1 ലക്ഷത്തോളിയും. അവിടെ ഞാൻ പ്രത്യേകിച്ച് അടിവരട്ട് പറയുന്നത്, ഈ മാസം 10-ാം തീയതി വരെയാണ് മൈസൂർ ട്രിപ്പിന് അച്ചീവ് ചെയ്യാനുള്ള ഒരു അവസരം ഉള്ളത്. 1 ലക്ഷം രൂപ ഒരു ഐഡിയയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മൈസൂർ ട്രിപ്പിൽ നമുക്ക് പങ്കെടുക്കാം. മൈസൂരിൽ വെച്ച് ഈ മാസം 22, 23 പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ പ്രോഗ്രാമിലുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്കൊക്കെ ആ പ്രോഗ്രാമിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ഐഡിയയിൽ 1 ലക്ഷം രൂപ, ഏകദേശം കണക്കാ പറയുന്നത് കേട്ടോ, 1 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഒരുമിച്ച് ആ മൈസൂർ ട്രിപ്പിൽ അച്ചീവ് ചെയ്ത് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. ഓക്കെ. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി കുറഞ്ഞ ദിവസങ്ങളുള്ളൂ. ഇനിയിപ്പോ 4-ാം തീയതി ആയില്ല, ഇനി 6 ദിവസമുള്ളൂ. ഈ 6 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യുന്നവർ ചെയ്യണം. നിങ്ങൾ ടീമിലേക്ക് പാസ് ചെയ്യണം. ഇന്നിപ്പോ ഞാന് നമ്മളെ ഗ്രൂപ്പില്, അതുപോലെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ എന്തുണ്ട്, കുറെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് അല്ലേ. അത് മൈസൂർ ട്രിപ്പ് അച്ചീവ് ആയവരാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഐഡിയയിൽ തന്നെ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 3 ഐഡിയയിൽ നിങ്ങൾ ട്രൈപോഡ് അടിച്ചിട്ട് 1 ലക്ഷം ഇട്ടാല് അച്ചീവ് ആവൂല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് നാളെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് ആരെങ്കിലും ഒരാളൊക്കെ വരും കേട്ടോ. ഒന്ന് നജാഫ് സാറ്, അല്ലെങ്കിൽ നജാഫ് സാറും റഷീദ് മാഷിനെ കൊട്ടും കേട്ടോ. ചണ്ട മാറിയ നിങ്ങൾക്ക് നന്നു കേട്ടോ. ഞാനൊക്കെ അല്ലാത്ത ശബ്ദമില്ലാത്ത ആളാണ്. എല്ലാവർക്കും വരാം. നിങ്ങൾ വന്നോളിന്ന്. തെറ്റിക്കോട്ടെ ജിനു സാറേ, തെറ്റിക്കോട്ടെ ജിനു സാറേ, സുരേഷ് സാറേ, നിങ്ങളൊക്കെ വരി. MC ആവാനും പ്ലാനും പറയാനൊക്കെ വരി. നമുക്ക് ഒരുമിച്ച് മുന്നേറാന്ന്. ഇവിടെ ആരെല്ലാം പഠിച്ചു വന്നവരില്ലത്. നമ്മളൊക്കെ പഠിക്കുന്നവരല്ലേ കേട്ടോ. അപ്പൊ എന്നിനേക്കാളും വിവരമുള്ളവരും കഴിവുള്ളവരൊക്കെ ഇതിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ബീന, എല്ലാവരും ഇല്ലേ, രാധാമണി, എല്ലാവരും ഉണ്ട്. നിങ്ങളെല്ലാരും വരി, നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാന്ന്. നമ്മളൊക്കെ എല്ലാരും രക്ഷപ്പെട്ട, നമ്മളൊക്കെ നമ്മുടെ നാട്ടിലെ കോടീശ്വരന്മാർ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ എന്തായിരിക്കും നാട്ടിലൊക്കെ അവസ്ഥാന്ന്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും നാളെ കോടീശ്വരന്മാരും കോടീശ്വരികളും ആട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാന് മൈക്ക് ലീഡർ നജാഫ് സാർ ഹാൻഡ് ഓവർ ചെയ്യാണ്. ലീഡർ എന്തെങ്കിലും കാര്യം പറയാനുണ്ടാവും. പറഞ്ഞോളൂ സാറേ. വെൽക്കം. താങ്ക് യു സോ മച്ച്. ഞാൻ നിങ്ങളിലേക്ക് ഇടപെടാൻ വേണ്ടി വന്നതാണ്. അത് നമ്മുടെ ഷിനോദ് സാറ് ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമ്മൾ ഒരു 5 മിനിറ്റ് ഒരു ഡിസ്കഷനിലേക്ക് പോകാം. ഒരു 5 മിനിറ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. നിങ്ങൾക്ക് ആർക്ക് എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും നമുക്ക്, നമ്മൾ മാഷ് പറഞ്ഞ പോലെ ഇവിടെ ഒരു ഫാമിലിയാണ്. നമ്മൾ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ഫാമിലി. ഒരു വൈകിയ വേളയിൽ ഒരു വൈകിട്ട് നമ്മളെല്ലാവരും ഒത്തുകൂടാൻ. അപ്പൊ നിങ്ങളുടെ ആശയങ്ങൾ ഞങ്ങളിലേക്ക് പങ്കുവെക്കുക, നമ്മുടെ ആശയങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവെക്കുക. ആരും വിജയിച്ചവരൊന്നല്ല, എല്ലാവരും വിജയിക്കാൻ വേണ്ടി വന്നവരാണ്. ആർക്കും എന്തും എങ്ങനെയും ഫേസ് ചെയ്തിട്ട് നമുക്ക് ഇതിലൂടെ പോകാം. നമ്മൾ ഈ പ്ലാറ്റ്ഫോം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളൊരു ടീമോ ഇന്ന ടീമാണോ വേറെ ഉള്ള ടീമാണോ ഒന്നും നോക്കുന്നില്ല. നിങ്ങൾക്ക് സപ്പോർട്ട് തരാം. നിങ്ങളൊരു നെറ്റ്വർക്കർ ആണോ, നിങ്ങളൊരു ലീഡർ ആണോ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുണ്ട്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുണ്ട്. ആ ഒരു ധാരണയിൽ നമ്മൾ ഒറ്റ ഫാമിലി ആയിട്ട് ഇവിടെ മുന്നേറും. നിങ്ങൾ ആരൊക്കെ വന്നാലും നിങ്ങൾക്ക് പ്ലാൻ പ്രസന്റ് ചെയ്യണോ, MC ചെയ്യണോ, ഈ ഒരു ഓഡിയൻസ്, ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളിലേക്ക് ഉണ്ടായിരിക്കും. അതാണ് മാഷ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അതുപോലെ നമുക്കൊരു 5 മിനിറ്റ് ഡിസ്കഷനിലേക്ക് പോയിട്ട് നമുക്ക് ചെയ്യാം. മാഷ് ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ മേഡം ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഷിനോദ് സാർ 2-3 പ്രാവശ്യമായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അവരെ
താങ്കളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാണ്. ശിവ സാർ സംസാരിച്ചോളൂ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സാറേ, പറഞ്ഞോളി. ഞാനൊരു കളിപ്രാന്തനാണ്. ഞാനൊരു ഫുട്ബോളിന് പോകണം മാത്രമല്ല, ഒരു ഫുട്ബോള് എന്റെ മോന്റെ കളി ഉണ്ടെന്ന്. അപ്പൊ ഞാൻ കേട്ടുകൊണ്ടിരിക്കും. ഞാൻ വീഡിയോ ചിലപ്പോ ഓഫ് ആക്കും കേട്ടോ. അപ്പൊ പറഞ്ഞോളൂ, കേൾക്കാം. എനിക്ക് ഒരു സംശയമുള്ളത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തരുന്ന ടോക്കണെ പറ്റി എല്ലാ മീറ്റിങ്ങിലും സംസാരിക്കുന്നത് അത് ശരിയാണോ എന്നതാണ് എൻ്റെ ഒരു ഡൗട്ട് ഉള്ളത്. അതായത് ഇന്നത്തെ മാർക്കറ്റില് തീർച്ചയായിട്ടും ശരിയാണ്. 40 സെന്റ് വിലയുള്ള ടോക്കൺ നമുക്ക് 10 സെന്റിനാണ് തരുന്നതെന്ന് പറയുന്നത്. ഇന്നത്തെ സ്പീച്ചിലുണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് സ്പീച്ചുകളൊക്കെ ഞാൻ കേൾക്കുമ്പോൾ എല്ലാത്തിലും പറയുന്നുണ്ട്. പക്ഷെ അത് കൃത്യമാണോ എന്ന് നിങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ടോ? നജാബ് സാർ മറുപടി പറയാം. നജാബ് സാർ, സാറേ അത് കറക്റ്റ് ആണ്. കാരണം ഇപ്പോ നിങ്ങൾക്ക് കിട്ടുന്നത് കമ്മ്യൂണിറ്റി എന്നാണ്, കമ്പനിയിൽ നിന്നാണ് കിട്ടുന്നത്. നിങ്ങളത് പുറത്തുനിന്ന് വാങ്ങുമ്പോഴാണ് 40 സെന്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ 38 സെന്റ്, അല്ലെങ്കിൽ അബോവ് 50 സെന്റ് നിങ്ങൾ പർച്ചേസ് ചെയ്ത്. അത് എക്സ്ചേഞ്ചുകളിൽ നിന്നാണ് നിങ്ങൾ വാങ്ങുന്നത്. നിങ്ങൾ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ 40 സെന്റിന് വാങ്ങുന്ന സാധനം നിങ്ങൾക്ക് അതേ ലെവലിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത് ട്രേഡ് ചെയ്യുക, സെല് ചെയ്യുക, ബൈ ചെയ്യുക. അത് നിങ്ങൾക്ക് ഒന്നും ചെയ്യണ്ട, നിങ്ങളെ ഡെഡ് അല്ല. എനിക്കൊരു ഒരു വിവരം പറയാനല്ല, ഞാൻ നിങ്ങളെ ഇതാക്കി പറയല്ല. എനിക്ക് അറിഞ്ഞിട്ടുള്ള, ഞാൻ ഇത് അപെക്സില് ഇതുവരെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്തൊരു വ്യക്തിയാണ്. ഞാൻ റെഫറൽ ചെയ്യുന്നില്ല. ജസ്റ്റ് ആസ് എൻ ഇൻവെസ്റ്റർ ഞാൻ നല്ല എമൗണ്ട് ഞാൻ ഇതില് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇന്നിപ്പോ 18,241 ഹോൾഡേഴ്സില് റാങ്കിങ്ങിൽ നോക്കുമ്പോൾ ഒരു 60-70 ആണ് എന്റെ റാങ്ക് ഉള്ളത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമുക്ക് തരുന്ന ഈ എല്ലാ എക്സ്ചേഞ്ചുകളിലും ലിസ്റ്റ് ആയിട്ടുള്ളത് BP ടോക്കൺ ആണുള്ളത്. ഇന്ന് വരെ നമ്മൾക്ക് ഇവിടെ എക്സ്ചേഞ്ചിലൊന്നും ലിസ്റ്റ് ചെയ്യപ്പെടാത്തൊരു TRC ടോക്കൺ ആണ് നമ്മൾ സ്റ്റേക്ക് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ സ്റ്റേക്ക് ചെയ്യപ്പെടുന്ന ടോക്കണ് നമ്മളിപ്പോ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള നമ്മളുള്ള മീറ്റിങ്ങുകളില് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നവരോട് നമ്മളത് വ്യക്തമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണ്ട. അതൊരു കാര്യം സാറേ, ഈ നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുന്ന തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണോ എന്ന് എനിക്ക് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരാം. ഞാനത് നമ്മുടെ അഡ്മിനുമായിട്ട് ഡിസ്കസ് ചെയ്ത സംഗതിയാണ്. അത് നിങ്ങൾ ഇപ്പോ സ്റ്റേക്ക് ചെയ്യുന്നത് 225 ദിവസത്തേക്കാണ്. ഈ 225 ദിവസം കഴിയുമ്പോൾ ഇത് പിന്നെ ലൈവ് ആവുകയാണ്. ലൈവ് ആവുമ്പോൾ ഇതേ പ്ലേസിൽ തന്നെ നിങ്ങൾക്ക് തരും. ലൈവ് ആകുമ്പോൾ അന്നത്തെ വിലയാണ് ഉണ്ടാവുക. ഇതുവരെ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ടോക്കൺ ആണ്. അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് അന്നത്തെ ടോക്കൺ റേറ്റ്. അന്നത്തെ ടോക്കൺ റേറ്റ് അല്ല, ഇന്നത്തെ വിലയിൽ ഇത്ര വിലയുള്ള ടോക്കൺ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കമ്പനിയുടെ ടോക്കൺ ആയിട്ടുള്ള BP20 റിലീസായ ടോക്കണിന്റെ അതേ മൂല്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. അത് BP20യിലാണ്, ഇത് TRC20യിലാണ്. 3 ഇതിലാണ് വരുന്നത്. TRC, ERC പറയുന്നത്. TRC20 ടോക്കണ് ഇപ്പൊ ഒരു വിലയില്ല. ഇതുവരെ അത് ലൈവ് ആകുന്നത് നിങ്ങളുടെ ഇപ്പോ 1.5 വർഷത്തെ ലൈവ് ആവാൻ പോവാണ്. അതിപ്പോ ലൈവ് ആവും. അടുത്ത നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനോട്, ഇപ്പൊ ഞാനൊരു ഇൻവെസ്റ്റർ, എനിക്ക് ഇതേപോലെ തന്നെ നിങ്ങൾ എല്ലാ ലീഡേഴ്സും ഇതേപോലെ കൺഫ്യൂസ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരും ചേർത്തിയിട്ടുള്ളത്. ഞാൻ നിങ്ങളെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ചപ്പോൾ അവരെനിക്ക് കൃത്യമായ മറുപടി തന്നു. TRC ആണ് തരുന്നത്, ഇതുവരെ ലിസ്റ്റ് ചെയ്യപ്പെട്ട. ഒരു ബിസിനസ് മീറ്റിംഗിലും നിങ്ങൾ ഈ കാര്യം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നവരോട് പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, അത് ഞാൻ ഒരു വ്യക്തമായിട്ട് പ്ലാൻ പറയുമ്പോ അത് ഇപ്പൊ ഇവിടുത്തെ മിസ്റ്റേക്ക് നോക്കണ്ട നിങ്ങൾ അവതരിപ്പിച്ചപ്പോഴും താങ്കളുടെ സാറേ. അത് ഞാൻ ഒരു മിനിറ്റ് സാറേ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാനൊരു പ്ലാൻ പ്രസന്റ് ചെയ്യാണ് ഒരാളോട്, ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അയാൾക്ക് ഞാൻ പ്ലാൻ കൊടുക്കുമ്പോൾ അയാൾ കൃത്യമായിട്ട് ചോദിക്കുമ്പോൾ ഞാൻ അതിനെ തന്നെ ഞാൻ പറഞ്ഞത്, നമുക്ക് കിട്ടുന്ന ടോക്കൺ TRC20യിലാണ്. നമുക്ക് വാങ്ങാൻ കഴിയുന്ന TRC20യിലുള്ള ടോക്കണാണ്. പക്ഷെ അത് നിങ്ങൾക്ക് പറയുന്ന ആ കാലാവധി കഴിയുമ്പോൾ അത് ലൈവ് ആകുമ്പോൾ അന്നത്തെ ടോക്കൺ റേറ്റിലാണ് നിങ്ങൾക്ക് വിൽക്കാൻ കഴിയുക. ടോക്കണിന്റെ പ്രൈസ് സാർ ഇടപെടല്ലേ. ടോക്കണിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 9 രൂപ നിരക്കിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 10 സെന്റ് രീതിയിലാണ്. നിങ്ങൾ ആ ടോക്കൺ ലൈവ് ആകുന്ന സമയത്ത് എത്രയാണോ നിങ്ങൾക്ക് പ്രൈസ് വരുന്നത് ആ പ്രൈസിൽ നിങ്ങൾക്ക് സെല് ചെയ്യാം. അതാണ് കമ്പനി പറയുന്നത്. അത് നമ്മളിപ്പോ പറയുന്നത് കമ്പനിയുടെ വേറൊരു ടോക്കൺ തന്നെ BP20യിൽ കമ്പനിയുടെ ടോക്കൺ ആണ്. ഈ BP20യിലും TRC20യിലും ERCയിലും വരുന്നത് കമ്പനിയുടെ ടോക്കൺ ആണ്. കമ്പനി BP20 ടോക്കണിന് അതേ റേറ്റ് തന്നെയാണ് ഇനി മൂല്യം വരുമ്പോൾ വരിക.
അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം കമ്പനി ലൈവായി കൊണ്ട് എല്ലാവരും പർച്ചേസും കാര്യങ്ങളും വരുമ്പം അത് BP TRC20 ടോക്കൺ ആകുമ്പോൾ ടോക്കണിന്റെ റേറ്റ് വരില്ലേ? അത് നമ്മൾ മനസ്സിലാക്കി. ഇപ്പം കമ്പനി നമുക്ക് തരുന്നത് TRC20 ടോക്കൺ ആണ്. നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഇപ്പം ലൈവായിട്ട് എല്ലാ എക്സ്ചേഞ്ചുകളിൽ ഓടുന്നത് BP20 കറക്റ്റ് കമ്പനി പറയുന്നുണ്ട് TRC20 ഉള്ളതാണെന്നുള്ളത്. അത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നില്ല. നിങ്ങളിപ്പോ ട്രേഡറാണ്. ഉദാഹരണത്തിന് ഞാൻ അത് ക്ലിയർ ആയിട്ട് ക്ലാരിഫിക്കേഷൻ തരാം. ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആള് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ ഒരിക്കലും എന്താണ് ടോക്കൺ എന്നോ എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നോ എന്റെ ഫ്രണ്ട് സർക്കിൾ ആരും ചോദിക്കാറില്ല. കൂടുതലും ട്രേഡ് ചെയ്യുന്നവരാണ്. ഇപ്പൊ സാറ് ട്രേഡ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ സാറിന് ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള നോളജ് ഉള്ള ആളാകുമ്പോൾ സാർ ചോദിക്കും ഇത് എവിടെയാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഏത് ബ്ലോക്ക് ചെയിനിലാണ് ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാം വൺ ബൈ ആയിട്ട് സാർ ചോദിക്കും. അതിന് വളരെ ക്ലാരിഫിക്കേറ്റ് ആയിട്ട് നമ്മൾ ഉത്തരം തരുകയും ചെയ്യും. നമ്മൾ പഠിച്ച ആൻസറബിൾ ആയിട്ടിരിക്കും അത് സാറിന് തരും. പക്ഷേ ഒരു ഉദാഹരണത്തിന് എന്റെ കയ്യിൽ ഒരു 1 lakh രൂപ ഉണ്ട്. എനിക്ക് ടോക്കണിനെ പറ്റി അറിയണ്ട, എനിക്ക് ക്രിപ്റ്റോനെ പറ്റി അറിയണ്ട, എനിക്ക് കമ്പനി ROI തരുന്നുണ്ട്, ആ ROI വാങ്ങാൻ തയ്യാറായിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. സാറിനെ പോലെയല്ല, സാർ ഇൻവെസ്റ്റർ ആണ്, ഓക്കെ. ഇവർ ROI പ്രതീക്ഷിച്ചു 225 ദിവസം ROI ആക്കിയപ്പോൾ കമ്പനിയിൽ നിന്ന് അത് 365 ആക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്ത ഒരുപാട് പേര് എന്റെ ഫ്രണ്ട് സർക്കിളുണ്ട്, എന്റെ ടീം സർക്കിളിലുണ്ട് സാർ. അപ്പൊ ഇത് ഫോക്കസ് ചെയ്തിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് നമ്മൾ ഈ ടോക്കൺ എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, BP20 എന്താന്ന് മനസ്സിലാവില്ല, TRC എന്താണെന്ന് അറിയില്ല, TRC20 എന്താണെന്ന് അറിയില്ല. പക്ഷെ സാറിനെ പോലെയുള്ള ഒരാളെ എന്നോട് പ്ലാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ 1 by 1 ഞാൻ ക്ലാരിഫൈ ചെയ്യും സാറിനെ പോലത്തെ ഒരാളാണ്. കാരണം ഞാനത് പഠിച്ചിട്ടുണ്ട്, ഞാൻ ഇതിനെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് സാർ ഓരോ ചോദ്യങ്ങൾക്കും സാറിനേക്കാളും ഈ ട്രേഡ് ചെയ്യുന്നവര്, ഇപ്പൊ നമ്മൾ മണി കോൺക്ലേവ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പോയപ്പം ഒരുപാട് ട്രേഡ് ചെയ്യുന്ന ആളുകൾ അവിടെ വന്ന് പരിചയപ്പെട്ടു. അപ്പൊ അവർ ചോദിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളെല്ലാവരും ലീഡേഴ്സിന്റെ അവിടെ നമ്മളെല്ലാവരും വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ലീഡേഴ്സ് അവിടെ ഉണ്ടായിരുന്നു മണി കോൺക്ലേവിൽ. അവിടെ വരുന്നത് പബ്ലിക് എന്ന് പറഞ്ഞാൽ അപ്പെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത പബ്ലിക്കാണ് അവിടെ വരുന്നത്. അവർ കമ്പനിയോട് നമ്മളോട് ചോദിക്കുന്നത് എന്താ, ഇത് എവിടെയാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്, ഏത് ബ്ലോക്ക്, അതിന്റെ ഗ്രോത്തിനെ കുറിച്ചൊന്നും എനിക്കൊരു സംശയമില്ല. അല്ല ഞാൻ സാറിനോട് പറയുന്നത് സാറിപ്പോ പറഞ്ഞത് നമ്മൾ പ്ലാൻ പറയുമ്പോൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ എന്നല്ല സാറ് ചോദിച്ചത്. ഒരിക്കലും ഇല്ല. സാറിനെ പോലുള്ള ഒരാള് ഇതിലേക്ക് ബിസിനസ്സിലേക്ക് വരുമ്പോൾ, സാർ ഇൻവെസ്റ്റർ ആകുമ്പോൾ സാർ ചോദിക്കുമ്പോൾ സാറിന് കറക്റ്റ് ആയിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. മറുപടി എന്നല്ല, ഇത് എന്താണ് ടോക്കൺ എന്ന് അറിയാം പറയുമ്പോൾ നമ്മൾ വളരെ സാധാരണക്കാരനെ എന്താണ് പിന്നെ ടോക്കണെന്നോ എന്താണ് കോയിന്നോ എന്താണ് സെൻട്രലൈസ് എന്താ ഡീസെൻട്രലൈസെന്നോ എന്താന്ന് ക്രിപ്റ്റോ ഒന്നും അറിയാത്തവരാണ്. അപ്പൊ നമ്മൾ തൽക്കാലം അവരോട് ഒരു ചെറിയൊരു ഇൻട്രായി വന്നിരിക്കുകയാണ്. അപ്പൊ അവർക്ക് വരുമാനം നമ്മുടെ ബിസിനസ് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല, എഫേർട്ട് എടുക്കാൻ താല്പര്യമില്ല. അവർക്ക് കുറച്ച് ക്യാഷ് ഇല്ലെങ്കിൽ ക്യാഷ് ഉണ്ടാക്കി തരും, അതിന് പ്രോഫിറ്റ് കിട്ടണം. അപ്പൊ അത് മാത്രമേ നമ്മൾ പറയും. പിന്നെ കാര്യങ്ങൾ ചോദിക്കുന്നവരോട് നമ്മൾ പറയും, കരയുന്ന കൊച്ചിനല്ലേ പാലുള്ളൂ. ഇപ്പൊ സാറിന് വിവരമുള്ളത് കൊണ്ട് സാറ് ചോദിച്ചു നമ്മൾ പറയും. അതേപോലെ നമ്മോട് ചോദിക്കുന്നവരോട് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. TRC20 ടോക്കൺ തന്നെയാണ് നമുക്ക് തരുന്നത്. അതിൽ യാതൊരു തെറ്റിദ്ധരിക്കപ്പെടില്ല നമ്മൾ. കാരണം BP20 ഒരു കാരണം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു മിനിറ്റ്, എനിക്ക് ഇത് പ്ലാൻ എല്ലാം ക്ലിയർ ആണ്. പക്ഷെ ഞാൻ ഇതിന്റെ പറഞ്ഞാൽ മതി. പക്ഷെ ഫേസ് 2 നല്ലൊരു ഇതായിട്ടാണ് വരുന്നത്. ഞാൻ 2 രീതിയിൽ നമുക്ക് ഇതിന്റെ ഫേസ് 1 ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ROI എടുത്തിട്ട് ഫേസ് 2 ഇൻവെസ്റ്റ് ചെയ്യുന്നതും എല്ലാം നല്ലൊരു പ്ലാൻ എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ കൂടുതലും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് എന്റെ ഞാൻ ഗ്രോത്ത് കമ്മ്യൂട്ട് ചെയ്തിട്ട് കൂട്ടി വന്നിട്ടുള്ളത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പെക്സ്. അത് എല്ലാവരും യൂസ് എന്നുള്ള ഇതാണ് എനിക്കുള്ളത്. അപ്പൊ അതില് കഴിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. തീർച്ചയായിട്ടും സാറിന്റെ അഡ്വൈസ് മാസ്റ്റർ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിലെ കാര്യം നമ്മൾ വീട്ടിൽ തന്നെ പറയണം. എന്നാലേ നമ്മൾ അത് അങ്ങനെ ഒരു എഫക്ട് വെളിയിലുണ്ടെന്ന് അറിയുള്ളൂ. അല്ലാതെ നമ്മൾ വിമർശിക്കുകയാണെന്നുള്ള രീതിയിൽ ആരും എടുക്കരുത്. അതായത് ഞാനിതിൽ ഞാൻ പറഞ്ഞ അതുകൊണ്ട് ഞാൻ ഇൻവെസ്റ്റ് ഞാൻ വലിയൊരു ഇത് പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനിതിന് നിങ്ങളെ ഈ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽ വരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞത്. ഞാൻ ഇതിൽ അപ്പെക്സിൽ അത്രയും ഞാൻ വിശ്വസിച്ച് അതിനെ
ആ, മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ഞാൻ റെഫറൽ ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് നോ- ആ ഒരു സ്റ്റെപ്പിലേക്ക് ഞാൻ പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. താങ്ക്സ്. താങ്ക് യു ഷിനോജ് സാറെ. കാരണം സാറ് നമ്മളൊന്ന് ഒന്ന് എന്താ പറയുക ഓർമ്മപ്പെടുത്തിയാണ്. കാരണം നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അത് നമ്മൾ എന്തായാലും അതായാലും ഓർമ്മപ്പെടുത്തലോട് കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകും. നമ്മൾ അങ്ങനെ തന്നെയാണ് ഇൻഷാല്ല നമ്മളെല്ലാവർക്കും പ്ലാൻ പറഞ്ഞു കൊടുക്കും തീർച്ചയായിട്ടും. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഷിനോജ് സാർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. മാഷ് ഫുട്ബോൾ കളിന്റെ ഇതിലായതുകൊണ്ട് മാഷ് പെട്ടെന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എല്ലാവരും നമ്മോട് സഹകരിച്ച എല്ലാവർക്കും വളരെയധികം ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വളരെയധികം നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഉന്നത വിജയങ്ങൾ ഉണ്ടാവട്ടെ അപ്പെക്സിലൂടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.